നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഓ നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശുവേ നിൻ മഹാ ഓ നിൻ മഹാ കൃപയ്ക്കായി യേശുവാ അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഓ റിയദലറവ ശന്തൽ ഘടാതലാനഗസി ഓ റിയദലറവ ഘടകജാനഗണഗൽ ഘടകദുനമനാനഗസി ഹതുനമനഗണഗലാരഗണഗദിനി മിനി സന്ധേരഗൽ ഘടകദ കർത്താവേ, തൃക്കരങ്ങളിൽ ഞങ്ങളെ തരുന്നു. അങ്ങയുടെ സാന്നിധ്യവും മഹത്വവും ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവേ, നിന്റെ ജനത്തെ ആശീർവദിക്കുക. അങ്ങയുടെ അഭിഷേകത്തിനെയും കുടുംബത്തെയും ശുശ്രൂഷയിൽ നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ സഭയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സഭയിലെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ ലൈവിലൂടെ കാണുന്ന കർത്താവ് ഇന്ന് പകൽ ഈ ആലയത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ അനുഗ്രഹീത ദൈവദാസൻ രാജപൂവക്കൽ പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ ജിബിൻ, അതുപോലെ ബെന്നി പാസ്റ്റർ, മറ്റ് ഇതര ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ, എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. ഈ ചൂടിൻ്റെയൊക്കെ സാഹചര്യത്തിൽ സമയം നമ്മുടെ മുമ്പിൽ വളരെ ചുരുക്കമേ ഉള്ളൂ എന്നെനിക്കറിയാം. അതുകൊണ്ട് മറ്റു മുഖവര പറഞ്ഞൊന്നും സമയം കളയാൻ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് നേരെ തിരുവചനത്തിലേക്ക് കടക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൊച്ചു വാക്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനാധാരമായി നമുക്കൊരു വേദപുസ്തകത്തിൽ ഒരു വാക്യം എടുത്ത് നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് എടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വേദവാക്യം. പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ച് അവർ അമരത്ത് നിന്ന് 4 നങ്കൂരം ഇട്ട് നേരം വെളുപ്പാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. നേരം വെളുക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ഇന്ന് നമ്മളൊരു അല്പസമയം ദൈവവചനം ധ്യാനിക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങളൊക്കെ ഇത് വായിച്ചിട്ടുണ്ട്, പല ആവർത്തി ഇതിനകത്തുനിന്ന് മെസ്സേജ് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ എൻ്റെ ഉള്ളത്തിലൊരു പ്രേരണ തന്നു. സ്തോത്രം. ഇന്നലെ 2 സർവീസ്, നമ്മുടെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഉച്ചയ്ക്കൊരു ആരാധനയുണ്ട്. ആ 2 സർവീസിൽ പ്രസംഗിച്ചതിന് ശേഷം ഇന്നലെ മറ്റൊരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഇന്നലെ 3ാമത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ രാത്രി 10 മണിയായി. ആ സമയത്ത് ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ദൈവം എൻ്റെ ഉള്ളത്തിൽ തന്ന ഒരു വാക്യമാണിത്. അപ്പോൾ അവരുടെ നടുവിൽ ആ വചനം പ്രസംഗിച്ചപ്പോൾ ഇന്ന് ഇത് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കണമെന്നൊരാഗ്രഹം തോന്നി. അത് ചിലരോടുള്ള ഒരു അരുളപ്പാടായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജ് ഇവിടെ എടുക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ വളരെ ആഴമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം. ലൂക്കോസ് ഇത് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന, ചലിക്കുന്ന ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എന്ന് വെച്ചാൽ 1-ാം അധ്യായത്തിൽ അവര് കാത്തിരിക്കുകയാണ്, അല്ലെ? കാത്തിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ കാത്തിരിപ്പ് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എത്ര പേരുണ്ട് എന്ന് നമ്മളെ അവിടെ എടുത്തു പറയുന്നു. ആർക്കു വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, ആ കാത്തിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് അവിടെ നടുവിൽ ചലിക്കുന്നു. വലിയ ചലനം ആ 2-ാം അധ്യായത്തിൽ ഉണ്ടാകുന്നു. 3-ാം അധ്യായത്തിൽ ആത്മസാന്നിധ്യം പ്രാപിച്ച 2 പേർ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കലേക്ക് ചെല്ലുന്നു. അവര് എന്താണോ കാത്തിരുന്നപ്പോൾ അവർക്ക് കിട്ടിയത്, അവർ അവിടെ അത് പ്രദാനം ചെയ്യുന്നു. കാത്തിരുന്ന് കിട്ടിയത് എന്തെന്ന് അവരവിടെ പറയുന്നുണ്ട്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇന്നലെ അല്ല അവർക്ക് ഈ നാമം കിട്ടിയത്. ആമേൻ. മാർക്കോസിന് മാളികമുറിക്കകത്ത് കയറുന്നതിന് മുൻപേ ഈ നാമം എന്തെന്നും ഈ നാമത്തിന്റെ ശക്തി എന്തെന്നും അവർക്കറിയാമായിരുന്നു. എന്നാൽ ആ നാമം വിളിച്ചു പറയാൻ അവരുടെ അകത്ത് എവിടെയോ അവൻ ഉണ്ടായ ഒരു ഭയമുണ്ട്, ഒരു ഭയത്തിന്റെ ആത്മാവുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അവിടെ ഉള്ളത്തിലെ ഭയം അങ്ങെടുത്തു കളഞ്ഞു. ആ ഭയം മാറിയപ്പോ ഇത് 3-ാം അധ്യായത്തിൽ അവർ ശക്തിപ്പെട്ട് അവർ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഇന്ന് പകലിൽ ഒരു ദൂതാരംഭത്തിൽ പറയാം, എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് 2 അന്യഭാഷ പറഞ്ഞ് തീർക്കാൻ വേണ്ടി മാത്രമല്ല, ഇന്നലകളിൽ നിന്റെ മേൽ വ്യാപരിച്ച എവിടെ വീണ ഭയം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവം എടുത്തു മാറ്റാൻ പോകുക. ആരോടൊക്കെ ദൈവം പറയുന്നു, ഭയത്തിന്റെ ആത്മാവല്ല എന്റെ മേലും നിങ്ങളുടെ മേലും വ്യാപരിക്കുന്നത്. പൗലോസ് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസോട് പറയുക, അല്ലയോ തിമോത്തിയോസേ, എന്റെ മേലും നിങ്ങളുടെ മേലും വ്യാപരിക്കുന്ന ഈ ശക്തി ഉണ്ടല്ലോ, ഇത് സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ വന്ന് സ്തുതിച്ചേ. അമ്മേ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മാളികമുറിക്കകത്തോട്ട് കയറുന്നത് ഭയപ്പെട്ട കയറുന്നത്, മാളികമുറിക്കകത്ത് കയറുന്നത് ഭയപ്പെട്ട കയറുന്നത്. എന്നാൽ അതിനകത്തും ഇറങ്ങുന്നത് ഭയപ്പെട്ടല്ല ഇറങ്ങുന്നത്, ഭയം മാറിയാണ് ഇറങ്ങുന്നത്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഏത് ഭയന്ന് നിൽക്കുന്നവനെയും, ഏത് അറച്ചു നിൽക്കുന്നവനെയും, ഏത് നിരാശപ്പെട്ട് നിൽക്കുന്നവനെയും അമിത ബലത്തെ നിറച്ച് ശക്തിയോടെ നിർത്താൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഈ 16-ാമത്തെ ദിവസവും ഈ ആലയത്തിന്റെ നടുവിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ ആ തങ്ക ചിറകടി ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ഇതിനകത്ത് ആ ആത്മസാന്നിധ്യം ചലിക്കുന്നുണ്ട്. അതിനോട് വിശ്വസിക്കുന്നവർ, അതിനോട് പ്രതികരിക്കുന്നവർ അവൻ ചലിച്ചു തുടങ്ങട്ടെ. കരമടിക്കേണ്ടവർ കരമടിച്ച്, അന്യഭാഷ പറയേണ്ടവർ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങട്ടെ. ഈ 16-ാമത്തെ പകലിലും ഒരു അസാധാരണമായ ദൈവമഹത്വം ഈ പകൽ ഈ ആലയത്തിനകത്ത് ഇന്ന് പകൽ ഇറങ്ങി വരട്ടെ. ഉടബന ഹൽക്കലഘടക ജന രസി ധനാരബന്ധല ഉടബലഘടകൽ ഘടകശലാരഗദന. അന്യഭാഷ പ്രാപിച്ചവരാരും ചുമ്മാതിരിക്കരുത്. അന്യഭാഷ പ്രാപിച്ച എല്ലാവരും കരമടിച്ച് അന്യഭാഷ പറഞ്ഞ് അല്പസമയം ആരാധിച്ച്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നലകളിൽ നടന്നതുപോലെ ഒരു ഉപവാസമല്ല ഈ ഉപവാസം. ചില വിഷനുകൾ, ചില ദർശനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഉപവാസം അത്രേ ഈ ഉപവാസം എന്ന് ആത്മാവിടപെടുകയാണ്. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവജന തിരിച്ചറിയുക, നിന്റെ ഭയം മാറുന്നതാണ്. ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധന പറയുന്നു, ഇന്നലെയൊക്കെ നീ എന്തിനെയോ ഭയപ്പെട്ടു, ഏതിനെയോ ഭയപ്പെട്ടു. എന്നാൽ ഇന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക കൃപയാൽ, ദൈവ സാന്നിധ്യത്താൽ നിന്റെ അകത്തുള്ള ഭയം ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപ ഇന്ന് പകൽ ചലിക്കട്ടെ. ഈ ആലയത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ ദൈവമഹത്വം ഇന്ന് പകൽ ചലിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ ചിലതിനെ അഭിഷേകം ചെയ്ത് ഈ കാലഘട്ടത്തിൽ ശക്തന്മാരായി ദൈവം പുറത്തുകൊണ്ട് വരുന്നത് കൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക.
ദൈവജനമേ, ഞാൻ ആ വാക്യം പറഞ്ഞിട്ട് ഞാനൊന്ന് പോകട്ടെ. അവർ കയറിയത് ഭയപ്പെട്ടാണ്, അവർ കയറിയത് പേടിച്ചുകൊണ്ടാ. പക്ഷേ അവൻ ഇറങ്ങിയത് ഭയപ്പെട്ടല്ല. ഏത് അധികാരികളുടെ നടുവിലും, ഏത് വെല്ലുവിളിക്കുന്നവന്റെ നടുവിലും, ഏത് ആയുധമെടുക്കുന്നവന്റെ നടുവിലും തന്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ എന്ന് വിളിച്ചു പറയാൻ ഒരാത്മാവിന്റെ ധൈര്യം ദൈവം അവിടെ മേൽ പകർന്നു. ആമേൻ. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് രണ്ട് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി കൈയടിച്ച് കളയാനുള്ളതല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഏത് പ്രതികൂലത്തിന്റെ നടുവിലും നിന്നെ നിലനിർത്താൻ ശക്തിയുള്ള ഒന്നാണ് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. അവിടുന്ന് ഈ ചരിത്രം അങ്ങ് ആരംഭിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പത്രോസാണ് ഒരു പ്രധാന കഥാപാത്രമായി 3-ാം അധ്യായത്തിൽ വെളിപ്പെട്ടതെങ്കിൽ നമുക്ക് തോന്നും അപ്പോസ്തലപ്രവൃത്തിയിലെ പ്രധാന കഥാപാത്രം പത്രോസാണ്. എന്നാൽ ഈ 3-ാം അധ്യായത്തിൽ പ്രധാന കഥാപാത്രമായി വെളിപ്പെട്ട പത്രോസ് 13-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആമേൻ ആ തിരശ്ശീലയുടെ പുറകോട്ട് മാറുന്നു. ഇത് 13-ാം അധ്യായം തുടങ്ങി മറ്റൊരാള് തിരശ്ശീലയുടെ മുന്നിലേക്ക് വരുന്നു. അതാരാ നിങ്ങൾക്കറിയാം. 14 ലേഖനങ്ങൾ എഴുതി തിരുസഭയ്ക്ക് അനുഗ്രഹമായ ആത്മാവിന്റെ നാവായി മാറിയ വിശുദ്ധനായ പൗലോസ് ലീഗ. അവിടെയാണ് 13-ാം അധ്യായത്തിൽ ഒരഭിഷേകവും ഒരു വേർതിരിവും നടക്കുന്നത്. 13-ാം അധ്യായം തുടങ്ങി പൗലോസിന്റെ മിഷനറി യാത്രയും പൗലോസിലൂടെ കരങ്ങളാൽ നടന്ന ദൈവിക വിടുതലുമാണ്. എന്നാൽ നാം ഇന്ന് വായിച്ച കുറിവാക്യം പൗലോസ് ലീഗ എന്ന് പറയുന്ന ആ ദൈവദാസന്റെ കൈസരിൽ നിന്ന് റോമിലേക്കുള്ള ഒരു യാത്രയാണ്. തെക്ക് നിന്നും വടക്കോട്ടൊരു യാത്ര. തെക്ക് നിന്ന് വടക്കോട്ട് ഒരു യാത്ര ചെയ്യുന്ന അഭിഷിക്തന്റെ ചരിത്രം ഇന്ന് നമ്മളൊന്ന് ശാന്തമായി തൊടാൻ പോകുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ആരാന്ന് നിങ്ങൾക്കറിയാം. തന്നിലുള്ള നിയോഗം എന്താണെന്നറിയാം. നിങ്ങൾക്കറിയാമല്ലോ, തന്നെ സ്നാനപ്പെടുത്താൻ വിടുന്ന അനന്യാസിനോട് പറയുന്നുണ്ട്, നീ പോയി അവനെ സ്നാനപ്പെടുത്തണം. അനേക ജാതികളുടെ നടുവിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടൊരു മാനപാത്രമാകാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട മാനപാത്രമാണവൻ. നീ ചെല്ല്, ജാതികളുടെ ഇടയിൽ അഴക്കാൻ ഞാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവമനുഷ്യൻ തന്റെ ശുശ്രൂഷയുടെ ഒരു അവസാന യാത്ര എന്ന് വെച്ചാൽ, ഈ യാത്ര എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെസ്സേജിലേക്ക് വരാം. പൗലോസ് ഈ 27-ാം അധ്യായത്തിൽ ഒരു യാത്രയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര? ഈ യാത്ര മുൻകൂട്ടി തീരുമാനിച്ചതാണോ? ഈ യാത്രയുടെ പുറകിൽ ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അല്ല. ഈ യാത്ര എന്തിനാ ഇപ്പോൾ ദൈവം ഇങ്ങനെ വെച്ചത്? ഇങ്ങനെ ഒരു യാത്ര എങ്ങനെയുള്ള യാത്രയാണ്? ആമേൻ. മഹത്വപൂർണമായ യാത്രയൊന്നുമല്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ശ്രേഷ്ഠകരമായ സന്തോഷത്തിന്റെ യാത്രയൊന്നുമല്ല. കയ്യിൽ ചങ്ങലയാണ്. തന്റെ കൂടെ യാത്ര ചെയ്യുന്നവർ ആമേൻ യാത്രയിൽ സന്തോഷിക്കാൻ പോകുന്നവരല്ല, സഹ തടവുകാരാണ്. അവരാനന്ദിക്കാൻ കയറിയതല്ല. ഇനി ആ കപ്പലിനകത്ത് ചെറിയ ആളൊന്നുമല്ല. ഏകദേശം 276-ലധികം ആളുകൾ ആ ഷിപ്പിനകത്തുണ്ട്. ഇത് ചെറിയ ഷിപ്പല്ല. 276 പേർ കയറിയ ഒരു വലിയ ഷിപ്പ്. ഇനി 276 പേരെ കൂടാതെ അനവധി ചരക്കുകൾ ഇതിന്റെ അടിത്തട്ടിലുണ്ട്. ഇത് അടുത്ത തുറമുഖത്ത് കൊണ്ടുപോയി ഇറക്കേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ ചിന്തയിൽ വരേണ്ടത് ഒരു ചെറിയ പടകല്ല, ഒരു ചെറിയ ഷിപ്പുമല്ല. ഇത് ഒരു വലിയ ഷിപ്പാണ്. എന്നാൽ ഈ ഷിപ്പ് തുറമുഖത്ത് നിന്ന് ആരംഭം കുറിക്കുമ്പോൾ ആത്മാവിന്റെ ദർശനമുള്ള പൗലോസ് പറയുന്നുണ്ട്, ഈ കപ്പൽ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത്, നാശനഷ്ടങ്ങൾ കാണുന്നു. എന്തിന്? കപ്പലിന് മാത്രമല്ല, ഇതിനകത്ത് കയറിയവരുടെ ജീവിതത്തിലും അനവധി കഷ്ടങ്ങൾ ഞാൻ കാണുന്നു. എന്നാൽ പൗലോസിന്റെ വാക്കിനേക്കാൾ മാലൂമിയുടെ കപ്പിത്താന്റെയും വാക്ക് അവർ കേട്ടു. പൗലോസിന്റെ വാക്ക് അവർ തള്ളി. കപ്പൽ പുറപ്പെട്ടു. വളരെ ദൂരം
ഈ കപ്പൽ പുറപ്പെട്ട് മഹാസമുദ്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഭിഷിക്തന്റെ പ്രവചനം ഇതാ തലപൊക്കാൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ എന്ന് പറയാൻ പറ്റുമോ? കാലഘട്ടം നിന്നെ എത്ര പുച്ഛിച്ചാലും, നിന്റെ പ്രവചനത്തിനെതിരെ ആരൊക്കെ എന്തൊക്കെ വാക്കുകൾ വിളിച്ചു പറഞ്ഞാലും, നീ പ്രവചിച്ചത് ആത്മാവിലാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ കാലഘട്ടത്തിൽ തെളിയിക്കും നിന്റെ മേൽ കിടക്കുന്ന ആ പ്രവാചക ശുശ്രൂഷയുടെ മഹത്വം. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ. എനിക്കറിയില്ല ആരോടൊക്കെ ദൈവം ഇടപെടുന്നു. നീ പരിശുദ്ധാത്മാവിലാണ് അരുളപ്പാട് കൊടുത്തത്, നീ പ്രവചിച്ചത് പരിശുദ്ധാത്മാവിലാണ് എന്ന് ദൈവദാസനെ നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാൽ നിന്റെ ശബ്ദം ആമേൻ കാലഘട്ടത്തിൽ തെളിയിക്കപ്പെടുന്ന ഒരു ദിവസം മുന്നിലുണ്ട്. അത് ദൈവം തെളിയിച്ചിരിക്കും. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു ആമേൻ പറ. ഹല്ലേലൂയ. ഒരു ദൂതുടി ഞാൻ പറയാം കേട്ടോ. ആമേൻ, സ്തോത്രം. പൗലോസിന്റെ വാക്കുകൾ അവർ മുഖവിലക്കെടുത്തില്ല. കപ്പൽ യാത്ര തിരിച്ചു. ഇനിയാണ് അടുത്ത വിഷയമുണ്ടാകുന്നത്. കാറ്റും കോളും പ്രതിസന്ധിയായി. നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നു. 14 ദിവസങ്ങൾ, 14 ദിനരാത്രങ്ങൾ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. 14 ദിവസം വേണമെങ്കിൽ നിങ്ങളത് വായിച്ചാൽ മതി. 27-ാം അധ്യായം 27-ാമത്തെ വാക്യം. 14 ദിവസങ്ങൾ ദിനരാത്രങ്ങൾ, സൂര്യനില്ല, ചന്ദ്രനില്ല, വെളിച്ചമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നു. ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോകുന്നു, പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. നേരം വെളുക്കും എന്നൊരു വിശ്വാസവും ഒരു അനുഭവം നമുക്കുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കിക്കേ, നാളെ നേരം വെളുക്കുന്നില്ല, സൂര്യൻ ഉദിക്കുന്നില്ല. ആമേൻ. അപ്പോഴും ഇരുട്ടാണ്. നേരം വെളുക്കേണ്ട സമയം ഇരുട്ടാണ്. അത് 1-ാം ദിവസം കഴിഞ്ഞു, 2-ാം ദിവസം കഴിഞ്ഞു, 3-ാം ദിവസമായാൽ നമ്മുടെ അന്തരീക്ഷമൊക്കെ മാറും. ദൈവമക്കളെ, ഡിപ്രഷൻ ഇല്ലാത്ത വ്യക്തികൾക്കും ഡിപ്രഷൻ ഉണ്ടാകും. ഞാന് ഈ പലതവണ UK-യിലൊക്കെ കാനഡയിലൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോൾ ഈ UK-യിൽ ജോലി ചെയ്യുന്ന, പഠിക്കാൻ പോയിരിക്കുന്ന അനവധി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഉണ്ടാകുന്നപ്പോഴാണെന്നറിയോ? അവിടെ തണുപ്പുണ്ടാകുമ്പോഴാണ്. ശക്തമായ തണുപ്പുണ്ടാകുമ്പോ ഈ സൂര്യന്റെ വെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. സൂര്യൻ ഉദിച്ചാലും സൂര്യന്റെ വെളിച്ചമില്ല. എപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷം, ഒരു മൂടൽ മഞ്ഞ് പോലെ ഒരു അന്തരീക്ഷം, തണുപ്പിന്റെ അന്തരീക്ഷം. അപ്പോൾ അവിടത്തെ 100 കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഡിപ്രഷനാകും. പലരും വീട്ടിനകത്തിരിക്കും, പലരും ഗുളിക കഴിക്കാൻ തുടങ്ങും. ഇവർക്കെല്ലാം വേണ്ടി കൃപയാൽ പ്രാർത്ഥിച്ചതിന്റെ ഒരനുഭവം എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ ഇത്രയും പേർക്ക് ഡിപ്രഷൻ വരുന്നത്? അവർ പറയും, പക്ഷേ ഇവിടെ ഇങ്ങനെയാ, ഈ തണുപ്പ് വരുമ്പോ സൂര്യനെ കാണത്തില്ല, സൂര്യന്റെ അവൻ വെളിച്ചമില്ല, മുഴുവൻ ഇരുട്ട. എല്ലാവരും നോക്കുമ്പോ പോക്കറ്റിൽ കൈയിട്ട് തലയും കുമ്പിട്ടാ പോകുന്നേ, ആരും തല ഉയർത്തുന്നില്ല. ഈ ഒരു അനുഭവം അവിടെയെല്ലാം ജീവിതത്തിൽ വലിയ ഡിപ്രഷനുകൾ കൊണ്ടുവരും. എന്നാലേ 14 ദിവസം സൂര്യനില്ല, ചന്ദ്രനില്ല എന്നുള്ള സാഹചര്യം നിങ്ങളൊന്ന് നോക്കിക്കേ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് ഉണ്ടല്ലോ, ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം അതേ അധ്യായത്തിൽ പറഞ്ഞു. കേൾക്കണോ നിങ്ങൾക്ക്? പൗലോസ് പറയുക, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും എന്ത് ചെയ്തു? അറ്റുപോയി. എന്റെ പൊന്നു ദൈവദാസിമാരെ, ഒരു സാധാരണ മനുഷ്യനല്ല ഈ പറയുന്നത്. പ്രാർത്ഥിച്ചിരിക്കുന്നിടത്തുനിന്ന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട, സ്വർഗീയ ദർശനം കണ്ട, സ്വർഗീയ ഭാഷ കേട്ട ഈ പൗലോസ് പറയുക, ഞങ്ങൾ ഇനി രക്ഷപ്പെടില്ലെന്ന്, ഞങ്ങൾക്കിനി രക്ഷയില്ലെന്ന്. എത്ര മാത്രം ജീവിതത്തിൽ ആശയറ്റുപോയി എന്ന് നിങ്ങൾ ഓർക്കണം. പക്ഷെ ഇന്ന് പകലിൽ ഈ 16-ാമത്തെ ദിവസം ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, എത്ര ആശറ്റുപോയാലും നിന്റെ യാത്രയുടെ പുറകിൽ ദൈവത്തിനൊരു
പദ്ധതി ഉണ്ടെങ്കിൽ, ഇല്ല നിന്റെ യാത്രയുടെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു യുദ്ധത്തിലും ഒരു യുദ്ധത്തിന്റെ സ്തുതിയിലും ഒരു പ്രതിസന്ധിയിലും നിന്നെയോ നിന്റെ തലമുറയെയോ ബന്ധിച്ചു കളയാൻ, തകർത്ത് കളയാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. വിശ്വസിക്കുന്നവർ ഇരു കരമടിച്ച് ഒന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. ഉടമന ഹൽക്കല ഘടകജാനോ രസിഥിലര ബന്ധന. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാൻ സ്തോത്രം, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ ഭാഗം പ്രസംഗിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഒന്ന് രണ്ട് എക്സ്പീരിയൻസിനകത്ത് നിന്ന് ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. മക്കളെ, ഈ കരയിൽ കിടന്ന് നമുക്ക് എന്തങ്ങും കാണിക്കാം. കരയിൽ കിടന്നേ എന്ന് വെച്ചാൽ ഈ തീ കരയിൽ കിടന്ന് നമുക്ക് എന്ത് അംഗവും കാണിക്കാം, ആരെ വേണേലും വെല്ലുവിളിക്കാം, വാടാ നുണ്ടടാ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാലേ ഈ കരയിൽ കിടന്നുള്ള വെല്ലുവിളിയൊന്നും കടലിൽ കിടന്ന് നടക്കത്തില്ല. മനസ്സിലായില്ല? അത് ഈ കരയിൽ കിടന്നുകൊണ്ട് ഇങ്ങോട്ട് വാടാ, നിന്നെ എടുക്കാടാ എന്നൊക്കെ പറയാം. എൻ്റെ പൊന്നമ്മമ്മേ, ഈ കരയിൽ കിടന്നുള്ള അംഗമൊന്നും കടലിൽ കിടന്ന് നടക്കത്തില്ല. അത് അനുഭവം ഉള്ളതുകൊണ്ട് പറയുക, അമ്മ തന്ന മുലപ്പാൽ നിന്റെ വായിൽ കൂടി വരും. കാരണം എന്താണെന്നറിയാമോ? വള്ളത്തേക്കാൾ എത്രയോ കിലോമീറ്റർ ഉയരത്തിലാ നിന്നെ മുക്കാൻ തിരമാല വരുന്നത് എന്ന് നിനക്കറിയാമോ? ഒന്നും വേണ്ട, നിങ്ങള് ഈ ആലപ്പുഴ കടപ്പുറത്ത് ചെന്ന് ഒന്ന് നിന്ന് നോക്കിക്കേ. അവിടെ ചെന്ന് നിൽക്കുമ്പോ ആ കടലിലേക്ക് നോക്കുമ്പോ ഈ വള്ളം ഇങ്ങനെ പോകുന്ന കാണാം. പക്ഷെ നിങ്ങളുടെ കണ്ണുകൾക്ക് പെട്ടെന്നൊരു കാഴ്ച മങ്ങും. എന്നാന്നറിയോ? നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന വള്ളം പിന്നെ കുറച്ചു നേരത്ത് കാണത്തില്ല അല്ലേ? അപ്പൊ നിങ്ങൾ അയ്യോ ഈ വള്ളം മുങ്ങിയോ എന്ന് വിചാരിക്കും. അത് മുങ്ങിയതല്ല. ആ വള്ളത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ വള്ളത്തേക്കാൾ മേലായ ഒരു തിരമാല അതിന്റെ ഇപ്പുറത്ത് പൊങ്ങിയത് കൊണ്ട് അതിപ്പുറത്തോട്ട് താന്നു പോയത്. എന്ന് വെച്ചാലേ കടൽ ഒരിക്കലും ശാന്തതയല്ല ദൈവമക്കളെ. ആ കടലിന്റെ സ്വഭാവം മാറുന്നത് കടലിൽ കാറ്റടിക്കുമ്പോഴാ. കാറ്റടിച്ചാൽ കടലുണ്ടല്ലോ ലൂസിഫറേക്കാൾ ഭീകരമാണ്. അങ്ങനത്തെ കടലിനെ കൊടുങ്കാറ്റും വല്ലാത്ത കാറ്റും കൊണ്ട് അവൻ അടിച്ച് ഇളകി നിൽക്കുമ്പോ അപ്പോസ്തലനായ പൗലോസും കൂട്ടരും പറയുന്നു, ഞങ്ങൾ പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്ന് പേടിച്ചു. രണ്ട്, ഞങ്ങൾ ഒരു വെളിച്ചം കാണാൻ ആഗ്രഹിച്ചു. ഇന്ന് പകലിൽ ചിലതിന്റെ നടുവിൽ നിന്റെ തലമുറ തകരുമോ എന്നോർത്ത് പേടിക്കുന്ന നിന്നോട് ആത്മാവ് പറയുന്നു, ഇല്ല, നിന്റെയും നിന്റെ തലമുറയുടെയും യാത്രയുടെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയുള്ള നിന്റെ തലമുറയും നിന്റെ പടക് മുങ്ങാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഇന്ന് പരിശുദ്ധന പറയുന്നു, കുടുംബങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ, വ്യക്തികൾക്കെതിരെ മുക്കിക്കളയാൻ നിൽക്കുന്ന ഒരു കടലിന്റെ ശക്തിയെയും നിന്നെ മുക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ആത്മാവിൽ ആരാധിച്ച് ഒന്ന് വിടുതലെടുക്ക്. ഇന്ന് പകലിൽ അതിശക്തമായ ഒരു ദൈവിക വിടുതൽ ഈ കുടുംബങ്ങളുടെ അകത്ത്, വ്യക്തികളുടെ മേൽ എന്റെ ദൈവം ചെയ്യുന്നു. ആരാധിക്കണമെങ്കിൽ കരമടിച്ച് ആരാധിക്ക്. അന്യഭാഷ പറയണമെങ്കിൽ കരമടിച്ച് അന്യഭാഷ പറ. ഓ, നിന്നെ നിന്നെ താങ്ങുന്ന ഒരു ദൈവം, നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, നീ മുങ്ങിപ്പോകാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഈ 16-ാമത്തെ ദിവസം നിന്റെ തലമുറയെ കുറിച്ച് നീ പേടിച്ചിരിക്കുകയാണോ? നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ ഭയപ്പെട്ടിരിക്കുകയാണോ? ഇല്ലെന്ന്. ഈ യാത്ര ദൈവിക പദ്ധതിയല്ലേ? ഈ യാത്രയുടെ പുറകിൽ ദൈവിക ഉദ്ദേശമില്ലേ? ഈ യാത്രയുടെ പുറകിൽ ദൈവത്തിന്റെ പദ്ധതിയില്ലേ? ജീസസ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അകത്ത് പോലും ഈ ദൂതൊന്ന് കൈമാറണം. ആന്റി, ഈ കടലിലെ യാത്ര എന്ന് പറയുന്നത് ഭയാനകമാണ്. രണ്ട്, അത് വെളിച്ചം കൂടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. സൂര്യനുമില്ല ചന്ദ്രനുമില്ലാത്ത കാര്യം നോക്കിക്കേ. ആമേൻ. ഇനി ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഇരുട്ടെന്ന് പറയുന്നത് വേദനയുടെ ആഴം വർദ്ധിക്കുന്ന ഒരു സമയമായി. എന്ത്? ഇരുട്ട് അല്ലേ ചാ?
ഞാൻ അതിന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ കുഞ്ഞിന് രാത്രി ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. രാത്രി ഒരർദ്ധരാത്രിക്ക് നിങ്ങളുടെ കുഞ്ഞിനൊരു അസ്വസ്ഥത ഉണ്ടായി. വയറുവേദനയോ ചെവി വേദനയോ പല്ല് വേദനയോ എന്തുമാവട്ടെ, രാത്രി ഒരു അസ്വസ്ഥതയുണ്ടായി. നിങ്ങൾ എഴുന്നേറ്റ് ഒരു പൊടിക്കൈയൊക്കെ ചെയ്തു ആ വേദന മാറാൻ. എന്നിട്ട് ആ കൊച്ചിനൊരു ആശ്വാസം പറഞ്ഞു കൊടുക്കും. എന്നാന്നറിയോ? മോനെ, നേരം വെളുക്കട്ടെ. നേരം വെളുക്കുമ്പോ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോകാം? ഹോസ്പിറ്റൽ കൊണ്ടുപോകാം. അപ്പൊ അവനൊരു പ്രോമിസ് കിട്ടി, നേരം വെളുക്കും. പിന്നെ ഈ കൊച്ച് ഈ വേദന അങ്ങ് കടിച്ചമങ്ങമർത്തും. അമ്മയും അപ്പനുമായ നിങ്ങൾ ഉറങ്ങത്തില്ല. ആ കുഞ്ഞിന്റെ അടുത്തിരിങ്ങനെ നോക്കും. എന്നിട്ട് അടുത്തിരിക്കുന്ന വാച്ചിലോട്ട് ഇങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കുന്ന നിങ്ങൾ അറിയാതൊരു കാര്യം പറയും, എടാ എന്നെ ഈ നേരം വെളുക്കാത്ത. മനസ്സിലായില്ലല്ലേ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദന വരുന്ന ഇരുട്ടിന് ദീർഘം കൂടും. മനസ്സിലായവർക്കായി സ്തോത്രം. നിന്റെ വേദനയുടെ രാത്രിയിൽ ആമൻ ഇരുട്ടിന് ദീർഘം കൂടുന്നത് പോലെ തോന്നും. അതാണ് ഇരുട്ടിന്റെ ശക്തി. ആ ഇരുട്ടിലെ വേദനയിൽ ഇന്ന് തീരുന്നില്ല, നേരം വെളുക്കുന്നില്ല എന്ന് തോന്നും. എന്നാൽ 14 ദിനരാത്രങ്ങൾ പെട്ടുപോയ ഇവര് ആശ ഒക്കെയും പോയി പാറസ്ഥലങ്ങളിൽ അകപ്പെടുമെന്നോർത്ത് ഭയപ്പെട്ടു. വെളിച്ചം വരാൻ അവരാഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? വെളിച്ചം വരാൻ അവരെന്ത് ചെയ്തു? ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നീ ആഗ്രഹിക്കുന്നത് ദൈവം നിനക്ക് തരാൻ പോകുക. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഒരു വെളിച്ചമാണ് നീ ആഗ്രഹിച്ചതെങ്കിൽ ആ വെളിച്ചം ദൈവം നിനക്ക് നൽകി തരും. അല്ല, നിന്റെ കരമടിച്ചൊന്ന് ആത്മാവിൽ ആരാധിച്ചേ. ഇന്ന് പകൽ നിന്റെ തലമുറയുടെ മേൽ ഒരു വെളിച്ചമാണ് നീ ആഗ്രഹിച്ചതെങ്കിൽ അത് നൽകി തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്താണ് കുഞ്ഞ് നിന്റെ കുടുംബത്തിന്റെ അകത്ത് നീ ആഗ്രഹിച്ചത് നൽകി തരാൻ എന്റെ ദൈവം ഇന്ന് പകൽ വിശ്വസ്തനാണ്. ആത്മാവിൽ ഞാൻ പറയുന്നു, ഒരു പാറസ്ഥലത്തും നീ അകപ്പെടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു പാറസ്ഥലത്തും അകപ്പെട്ടു പോകാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. നീ ആഗ്രഹിച്ചെടുത്ത്, നീ ആശിച്ചെടുത്ത് നിന്നെ കൊണ്ടുവന്നെത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ ഇനി കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് ശബലഘടക ജാലഘടക തുരാന അബ്ദൽ പ്രൗഢമൽ ഘടകൽ കനാദല ഹല്ലേലൂയ ഹമേ ശനതാലരക സംതേരകൾ ഘടകന. എന്നാലേ ഇതങ്ങ് വിട്ടിട്ട് അടുത്തൊരു കാര്യം എന്ന് പറയോട്ടെ. ഈ പൗലോസ് എന്തിനാ ഈ കപ്പലിൽ വന്നേ? ഈ പൗലോസ് എന്തിനാ ഈ പ്രതിസന്ധിക്കകത്ത് വന്നത്? പൗലോസ് എങ്ങനെയാ ഈ കപ്പലിനകത്ത് പെട്ടുപോയത്? ഈ മനുഷ്യൻ ഇതിനകത്ത് വന്ന് പെടാൻ ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയോ? ഈ യാത്രയുടെ പുറകിൽ ഈ ദൈവവും ഈ പൗലോസും തമ്മിൽ ഒരു ബന്ധമുണ്ട്. വേഗത്തിൽ നിങ്ങൾ തിരുവചനം ഒന്ന് എടുത്താൽ മതി, ഞാൻ വായിച്ചു കൊള്ളാം. സമയമില്ലാത്തതുകൊണ്ട് ഒന്നെടുക്കാമോ? അപ്പോസ്തല പ്രവൃത്തി ആമേൻ സ്തോത്രം 19-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം കുറിച്ചു വെച്ചേക്കണം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 21-ാം വാക്യം. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. അപ്പോ പൗലോസിന്റെ ഈ യാത്രയുടെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താ ഉദ്ദേശം എന്നറിയണ്ടേ? ചിന്തിക്കണം, കുറിച്ചു വെച്ചോ. പൗലോസ് മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ച ഒരു യാത്രയാണ് ഈ യാത്ര. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഈ യാത്ര ചുമ്മാ വന്നു വീണതല്ല. ഈ യാത്ര എങ്ങനെയോ പട്ടുപോയതല്ല. ഇതൊരു ശാപമായി വന്നതല്ല. ഇത് പെടുത്താൻ വന്നതല്ല. ഇത് തപിശത്തിന്റെ മനസ്സിൽ നിശ്ചയിച്ച ഒരാമ യാത്രയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നോട് പറയുന്നു, നിന്റെ മനസ്സിൽ നിശ്ചയിച്ച ചില യാത്രകൾ ദൈവം നിനക്ക് നൽകി തരാൻ എന്റെ ദൈവം ശക്തനാണ്. ദൈവ പൈതലേ, നിന്റെ തലമുറയോളം ബന്ധത്തിൽ പരിശുദ്ധന പറയുന്നു, അവർ മനസ്സിൽ നിശ്ചയിച്ചതുപോലെ, മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഒരു വഴിയും അടയത്തില്ല. കരമടിച്ചൊന്ന് ആരാധിച്ച് ഒരു വഴിയും അടയാൻ
എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ മനസ്സിൽ നിശ്ചയിച്ചത്, നീ മനസ്സിൽ ആഗ്രഹിച്ചത്, നീ മനസ്സിൽ കണ്ടത് ദൈവം നിന്നെ എത്തിക്കാൻ ഒരു യാത്ര തരാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ആരോടൊക്കെയോ ഒരു പ്രവചന ശബ്ദമായി പറയുന്നു, നീയോ നിന്റെ തലമുറയോ മനസ്സിൽ നിശ്ചയിച്ചത് അഭിഷിക്തന്മാരെ ഞാൻ പ്രവചിച്ചുകൊണ്ട് പറയുക, നിങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചത് ദൈവം നിങ്ങൾക്ക് സാധിപ്പിക്കും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് ദൈവം നിങ്ങൾക്ക് നൽകി തരും. നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ ആരാധിക്കാൻ മനസ്സുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ഈ യാത്രയുടെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഈ യാത്രയുടെ പുറകിൽ ദൈവത്തിന് എന്തുണ്ട്? ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ഈ യാത്ര ഇതാണ് നിങ്ങളോട് പറയാം, ദൈവം തന്ന ദൂത്. ഈ യാത്രയുടെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? ഇത് അഭിഷിക്തന്റെ മനസ്സിലെ ഒരാഗ്രഹമാണ്. കുഞ്ഞെ, നിന്റെ മനസ്സിൽ നിശ്ചയിച്ച യാത്ര തടുക്കാൻ ഒരു കടലിനും കഴിയത്തില്ല, ഒരു കൊടുങ്കാറ്റിനും കഴിയത്തില്ല, ഒരു വല്ലാത്ത കാറ്റിനും കഴിയത്തില്ല. ആ രാശി വിടുതട്ടെടുത്തോ, നിന്റെ യാത്രയെ തടുക്കാൻ, നിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടുക്കാൻ ഇന്ന് പകൽ ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, യുദ്ധമോ യുദ്ധഭീഷണിയോ എന്തും വരട്ടെ, നിന്റെ യാത്രയെ, നിന്റെ വാഗ്ദത്തത്തെ, നിന്റെ കൃപയെ, നിന്റെ മനസ്സിൽ നിശ്ചയിച്ചതിനെ തകർക്കാൻ ഒരു ശക്തിയെ ദൈവം അനുവദിക്കില്ല. ഈ 16ാമത്തെ രാത്രി പകൽ ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് അല്ല, ആലയത്തിനകത്ത് മാത്രമല്ല, ഇന്ന് പകൽ ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ ഈ പകൽ ഒരു അസാധാരണ ദൈവിക കൈമാറ്റം. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറ. ഞാന് മനസ്സ് തുറന്ന ശുശ്രൂഷിക്കുന്നേ. ഞാൻ ഇന്നലെ ദൈവദാസോട് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, എനിക്ക് ശബ്ദമെടുക്കാൻ വയ്യ, തൊണ്ട പഴുത്തിരിക്കുക. മാസങ്ങളായി ഇത് തുടങ്ങിയിട്ട് നാളെ ഇത് കഴിഞ്ഞ വെളുപ്പിന് തൃശ്ശൂർ നമ്മുടെ നെല്ലിക്കുന്ന് IPC ചർച്ചിലെത്തണം. നാളെ രാവിലെയും വൈകിട്ടും അവിടെയാ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, പാഷേ എനിക്ക് ശബ്ദമില്ല കേട്ടോ, പക്ഷെ ഇവിടെ വന്ന് നിന്നപ്പോഴേ ഇതെങ്ങനെയാ വരുന്നെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. കാരണം ഈ ആലയം അതാ, ഈ പുൽപിറ്റ് അതാ, നിനക്ക് വേണ്ടിയാ ഇന്ന് പകൽ ഈ അരുളപ്പാട് ദൈവം പറയുന്നത്. പേടിക്കണ്ടെന്ന്, ഭയപ്പെടണ്ടെന്ന്, നിന്റെ മനസ്സിൽ നിശ്ചയിച്ച ആ യാത്രയുടെ പുറകിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും, ഏത് പടകാടി ഉലഞ്ഞാലും അതിന്റെ നടുവില് നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു സൈന്യങ്ങളുടെ ദൈവം ഇന്ന് പകൽ ഇതിന്റെ നടുവിലുണ്ട്. ഇന്ന് പകൽ ചിലത് പൊട്ടുന്നു. ബുഭുഷതയോടെ അലറുന്ന സിംഹം എന്ന പോലെ നിനക്കെതിരെ വായ പിളർക്കുന്ന സിംഹത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ തകരുകയാ. ഓ, സിംഹത്തിന്റെ ശക്തികൾ ഇന്ന് പകൽ തകരുകയാ. അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുമ്പോൾ നിനക്ക് വിരോധമായി കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് ദൈവം അത് പൊട്ടിച്ചു മാറ്റുകയാ. ഉപവാസം എന്ന് പറയുന്നത്, ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് സാധാരണയല്ല. യെശയ്യാവിന്റെ പ്രവചനം പറയുന്നു, നിനക്കെതിരെ ഉള്ള അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിനമിക്കയറുകളെ അഴിച്ചു കളക, എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനവും പൊട്ടിക്കുക. ഇന്ന് പകൽ ഈ 16ാമത്തെ ദിവസം എല്ലാ കെട്ടുകളും ഉടയട്ടെ.
സ്വർഗീയ ദൈവമേ, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മനസ്സിൽ നിശ്ചയിച്ച ഒരു യാത്രയും തടുക്കാൻ അന്ധകാര വ്യാപാരത്തിന് കഴിയത്തില്ല, ദുഷ്ട വ്യാപാരത്തിന് അത് കഴിയത്തില്ല. പുറത്തു വരട്ടെ. Amen, Jesus. 22-ാം സങ്കീർത്തനം ഒന്നെടുക്കാം. ഒരു വാക്യം കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. ഓ റിബാന സേ തെലരഗ സീ തലറബന. അതിൻ്റെ 12-13 വാക്യം. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. അനേക കാളകൾ എന്നെ വളഞ്ഞു. അവൻ നിന്നെ വളഞ്ഞ ചിലത്, നിന്നെ ഒതുക്കാൻ വളഞ്ഞ ചിലത്, നിന്നെ ഒതുക്കി വളഞ്ഞാക്രമിക്കാൻ അവൻ കച്ചകെട്ടി ഇറങ്ങിയ ചിലത് ഇന്ന് പകൽ ദൈവ ചിലതിനെ ചേന്തിച്ച് കളയാൻ പോകുക. വിശ്വസിക്കുന്നവർ ആരാധിച്ചോ. ദൈവ പൈതലേ, നിനക്കെതിരെ വളഞ്ഞ ആത്മാവിൽ ഞാൻ പറയുന്നു, നിന്നെ വളഞ്ഞ ചിലത്, നിന്റെ നന്മയെ വളഞ്ഞ ചിലത്, തേനീച്ച പോലെ നിനക്കെതിരെ വളഞ്ഞത്, തേനീച്ച കൂട്ടം പോലെ നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ തലമുറക്കെതിരെ വളഞ്ഞ ചിലത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടി വരുന്നു, അത് പൊട്ടി വരുന്നു, അത് പൊട്ടി വരുന്നു, അത് പൊട്ടി വരുന്നു. പാശാൻ കൂട്ടന്മാർ ആത്മാവിൽ ഞാൻ ദൂത് പറയുക, പരിശുദ്ധാത്മാവിൽ ഇന്ന് മക ദൂത് പറയുക. വളഞ്ഞ ചിലതിനെ ഓ ഭൂഭുഷതയോടെ അലറി വന്ന ചിലതിനെ ദൈവത്തിന്റെ കരത്താൽ അഭിഷിക്തന്മാരുടെ മേൽ അത് ഇന്ന് മക ദൈവം പകരുക. ദൈവ പൈതലേ, ഇന്നലെ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരത്യന്ത ശക്തി നിന്റെ മേൽ വ്യാപരിക്കുക. ഇന്ന് പകൽ ആള് മാറിയതുപോലെ അന്തരീക്ഷങ്ങൾ മാറുക. ആത്മാവിനോട് പറയുന്നു, നിനക്കെതിരെ നായ്ക്കളെ പോലെ വളഞ്ഞ ചിലത്, ഭൂഷതയോടെ അലറുന്ന ചിലത്, നിനക്കെതിരെ വായ പിളർന്ന ചിലത് ഈ പകൽ ദൈവം അതിനെ ചീന്തുകയോ. രക്തത്താൽ ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും ചെയ്യാം. ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, എവിടെയോ നിനക്കെതിരെ വളഞ്ഞത്, നിന്റെ കുടുംബത്തിനെതിരെ വളഞ്ഞത് ഇന്ന് പക ദൈവത്തിന് ആത്മാവിനോട് പറയുന്നു, ചിലത് ദൈവം ചീന്തും, ചില ദൈവം പൊട്ടിക്കും. എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു, നിങ്ങളുടെ തലമുറകളുടെ മേൽ ഒരു അസാധാരണ ദൈവ പ്രവൃത്തി ഈ 16-ാമത്തെ ദിവസം എന്റെ ദൈവം ചെയ്യാൻ പോകുക. മറഞ്ഞിരുന്ന് ചെയ്തത്, ഒളിച്ചിരുന്ന് ചെയ്തത്, തേനീച്ച കൂട്ടം പോലെ നിനക്കെതിരെ വന്നത് ദൈവം ഇന്ന് കാറ്റടിച്ച് ദൈവത്തിനെ ചിന്തിക്കും. Jesus, hallelujah. ദൈവജനമേ, നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോ ആ വചനം എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. ആമേൻ. അനേക കാളകൾ എന്നെ വളഞ്ഞു, ഭസ്സൻ കൂറ്റന്മാർ എന്നെ ചുറ്റി, ഭൂഭുഷതയോടെ അലറുന്ന സിംഹം പോലെ, സിംഹമല്ല,
സിംഹം എന്ന പോലെ നിനക്കെതിരെ നിൽക്കുന്ന ഒരു പ്രതിയോഗിയുണ്ട്. ആത്മാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, അതിനെതിരെ പടപൊരുതാൻ ഇതിനകത്തൊന്നൊരു ജനം എഴുന്നേൽക്കട്ടെ. അതിനെതിരെ പടപൊരുതാൻ വിട്ടുകൊടുക്കരുത്. ആര് പറയോ എന്റെ നന്മയ്ക്കെതിരെ, എന്റെ അവകാശത്തിനെതിരെ, എന്റെ ആരോഗ്യത്തിനെതിരെ, എന്റെ തലമുറ? ഇന്ന് പകൽ ഇതിനകത്ത് ഒരു സ്പിരിച്വൽ വാർഫെയർ, ഒരു ആത്മീയ യുദ്ധം ഇതിനകത്ത് നടക്കട്ടെ. ഒരു ആത്മീയ യുദ്ധം ഇതിനകത്ത് നടക്കട്ടെ. നിന്റെ നാമത്തിൽ ഞാൻ അതിനെ കീറിക്കളഞ്ഞു. നിന്റെ നാമത്തിൽ ഞാൻ അതിനെ കീറി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, രഹസ്യത്തിൽ നീ പ്രാപിക്കുന്ന ദൈവശക്തി, രഹസ്യത്തിൽ കയറി വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ കീറാനുള്ള ഒരു അഭിഷേകമാ. രക്തം ചെയ്യും, രക്തത്താൽ ചെയ്യും. ഞാന് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവത്തിന്റെ തിരുവെഴുത്തു മക്കളെ, ദൈവം പറഞ്ഞത് നിവർത്തിയാക്കാൻ കർത്താവിന് ചെയ്യാൻ എന്തും കഴിയും, അല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദൈവദാസന്മാർ തെറ്റുണ്ട്, തിരുത്തണം. 20-ലധികം തിരുവെഴുത്തുകൾ ഈ 22-ാം അധ്യായത്തിൽ നിവർത്തിയായി. 20-ലധികം. എന്നാലേ ഈ പെസഹ കുഞ്ഞാടിനെ അറുക്കുമ്പോ, കേറി വന്നുകൊണ്ട് പറയുക, പെസഹ കുഞ്ഞാടിനെ അറുക്കുമ്പോ പുറപ്പാട് 12-ാം അധ്യായത്തിൽ ഒരു പ്രമാണം ദൈവം എഴുതി വെച്ചു. 1 വയസ്സുള്ള ആട്ടിൻകുട്ടിയായിരിക്കണം. അതിനെ ആബീബ് മാസം 10-ാം തീയതി എടുക്കണം. 14-ാം തീയതി വരെ മാറ്റിക്കെട്ടണം. 14-ാം തീയതി ആടിനെ അറുക്കണം. തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടിയ ആട് 4 ദിവസം തൊഴുത്തിൽ നിന്നും മാറി നിൽക്കണം. തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടിയ ഒരാട് പോലും കയ്യും കെട്ടിയിരിക്കില്ല, അത് അലച്ചുകൊണ്ടേയിരിക്കും. ഇതിനകത്തും ചിലത് തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടിയിട്ടില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടിയ ഒരാടും ആമൻ കയ്യും കെട്ടി വായും അടച്ചിരിക്കില്ല. തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടിയതൊക്കെ അലച്ചുകൊണ്ടിരിക്കും. ഒരു ഹല്ലേലൂയ പറ. ഒരെണ്ണം കൈവീശിയിരിക്കത്തില്ല. എല്ലാരും ആരാധിക്കും മോനെ. നമ്മളെയൊക്കെ തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടിയ ഈ ലോകത്തിന്റെ തൊഴുത്തിൽ നിന്ന്, അന്ധകാര വ്യാപാരത്തിന്റെ തൊഴുത്തിൽ നിന്ന് നമ്മെ ഒതുക്കാൻ പിശാച് കെട്ടിയ ചില തൊഴുത്തിനകത്തുനിന്ന് ദൈവം നമ്മുടെ കെട്ടഴിച്ച്, ദൈവം നമ്മുടെ കെട്ടുപൊട്ടിച്ച് തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടിയത് വായ പൂട്ടിയിരിക്കാനല്ല. ഹല്ലേലൂയ. സ്വത്രം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് മറക്കല്ലേ കേട്ടോ. ആ തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടുന്ന ആടിനെ 14-ാം തീയതി അറുക്കണം. എത്രാം തീയതി? 14-ാം തീയതി അറുക്കണം. ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോ ഒരു തവണ പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട്. 4 ദിവസം ആടിനെ തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ടണം. എന്തിന്? 400 വർഷത്തെ കെട്ടുപൊട്ടിക്കാൻ 4 ദിവസം മാറ്റിക്കെട്ടണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാൻ ഒരു ദൂതുകൂടി പറയുന്നു. ആമേൻ, സ്തോത്രം. തിരുവല്ല ചർച്ച് ഒരുമിച്ച് ഹല്ലേലൂയ പറയണം. എന്ന് വെച്ചാൽ 400 വർഷത്തെ ശാപമഴിക്കാൻ 4 ദിവസത്തെ കരച്ചിൽ മതിയായിരുന്നു. ഒരു ദൂത് പറഞ്ഞേ, 4 ദിവസം ആടലച്ചപ്പോ 400 വർഷത്തെ കെട്ട് ദൈവം പൊട്ടിച്ചു മാറ്റിയെങ്കിൽ ഇന്ന് 16-ാമത്തെ ദിവസമാ. 4 ദിവസം കഴിഞ്ഞില്ലേ? ദിവസങ്ങൾ കഴിഞ്ഞില്ലേ? ഈ പട്ടണത്തെ ഭരിക്കുന്ന, ഈ ദേശത്തെ ഭരിക്കുന്ന, നിനക്കെതിരെ നിൽക്കുന്ന, നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന അന്ധകാര വ്യാപാര ശക്തികൾ അഴിയപ്പെടേണ്ടതിന് 4 ദിവസം ആടലച്ചപ്പോ
പൊട്ടിച്ചപ്പോ 400 വർഷത്തെ കെട്ട് പൊട്ടിയെങ്കിൽ ഈ 16ാമത്തെ ദിവസം ആരാധിക്കുന്ന ദൈവമൈതല്, നിന്റെ അധ്യായം ദൈവം തുറക്കുന്നു. നിന്റെ അധ്യായം ദൈവം തുറക്കുന്നു. നിന്റെ ശബ്ദം ദൈവം മാറ്റുകയാ. ആരാധനയ്ക്ക് വേണ്ടി ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് മുന്നിൽ കൊണ്ടുവരുന്നു. കരമടിച്ച് ഉടമനഘടക ജാലഘടകന ഉടമനഘടക ദിബീരകൾ കരകന രക്തത്താൽ ചെയ്യാം, രക്തത്താൽ വചനത്താൽ ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നമ്മുടെ ഒച്ചപ്പാടും ബഹളവും കയ്യടിയും ഒക്കെ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ അല്ലേ? ഞാൻ ഈ സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ ലൈവ് പോകുന്നുണ്ട്, പോട്ടെ അങ്ങ് പറയുക. ഈ നമ്മുടെ ഈ ഇലക്ഷന്റെ അവസാന ദിവസം കലാശക്കൊട്ട് അല്ലേ, എന്നാ ബഹളമായിരുന്നു. ഞാനൊരു കല്യാണത്തിന്റെ തലേ ദിവസം പ്രസംഗിക്കാൻ പോയി കലാശക്കൊട്ടിന്റെ അന്ന്. എന്റെ നാടൻ ഭാഷ പറഞ്ഞ 16 അടിയന്തരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. എന്നെ കയറ്റിവിടുന്ന ലിവുമാരെല്ലാം കൂടി അവിടെ കിടക്കുന്ന ഞാൻ അന്ന് തീരുമാനിച്ചത് ഒരുത്തന് ഞാൻ വോട്ട് ചെയ്യത്തില്ല, ഏട്ടം ബലം വിടുന്നില്ല. ഞാൻ എന്റെ പൊന്നി ചേട്ടൻ, ഞാൻ പാസ്റ്റർ ഒരു മീറ്റിങ്ങിന് പോകിയ അവിടെ കിട കലാശക്കോട്ട. എന്നെ ധാഷ്ട്യമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മീറ്റിങ്ങിന് പോകണ്ട, അവിടെ കിട. എന്നവന്മാർ പിടിച്ചിട്ടു, വണ്ടി തടുത്തു. കലാശക്കോട്ട് 2.5 മണിക്കൂർ നടു റോട്ട ഷോ. ഒരുത്തനില്ലല്ലോ എഴുന്നേക്കാൻ. ആർക്കും ഒരു അരോചകത്വം ഇല്ലല്ലോ. ഈ ആമേൻ സ്തോത്രം. ഒരു വലിയ കണ്ടെയ്നർ എടുത്ത് 1 ലക്ഷം വാട്സ അതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അതിനകത്ത് മൊത്തം റൗണ്ട് ലൈറ്റും കണ്ണിട്ടടിച്ചിട്ട് കണ്ണ് കാണാൻ വയ്യ, വണ്ടി ഓടിക്കാൻ വയ്യ. 1 ലക്ഷം വാട്ട് സൗണ്ട്. ആകെ കൂടി ഇതിനകത്തിരിക്കുന്ന 6000 വാട്ട്സ് സൗണ്ടാ. ഇതിനകത്ത് നിന്ന് നമ്മൾ പ്രസംഗിക്കുന്ന ശബ്ദം ഇവന്മാർക്ക് അരോചകത്വമാ. ഇതൊന്നും അരോചകത്വമല്ല അല്ലേ? അല്ലല്ല, ഇതൊന്നും പ്രശ്നമല്ല. കാരണം നീ ഓർക്കണം, അത് പ്രശ്നമല്ല, ഇത് പ്രശ്നമാ. ആർക്കാ പ്രശ്നം എന്നുകൂടി അറിയണം. നിന്റെ ശബ്ദം പ്രശ്നം. ഇവിടത്തെ അന്ധകാര ശക്തികൾക്ക്, ഇവിടത്തെ പൈസ ശക്തികൾക്ക്. അതുകൊണ്ട് ആയുസ്സുള്ളിടത്തോളം ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആരാധിക്കാൻ മടി കാണിക്കരുത്. മടി കാണിക്കരുത് മക്കളെ, ഒരു മടിയും കാണിക്കരുത്. ഇവിടത്തെ ലോക മനുഷ്യൻ ശബ്ദമുണ്ടാക്കുന്നതില് ഒരു വിഷയവുമില്ല. നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു മടിയും വേണ്ട. ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറ. ആരെങ്കിലും ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് നിന്നെ നോക്കിക്കൊണ്ട് പറയും, നിന്റെ ഒച്ചപ്പാടും ബഹളം കൊണ്ട് എനിക്ക് കിടക്കാനൊക്കാത്ത. ഈ നാട്ടുകാർ നമ്മെ നോക്കിക്കൊണ്ട് പറയും, നമ്മുടെ ബഹളം കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ വയ്യ. എന്നാലേ എല്ലാവരും ഒന്ന് ചെവി തുറന്ന് കേട്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് അലക്കുന്നുകൊണ്ടാ നീയൊക്കെ ജീവനോടിരിക്കുന്നേ. മനസ്സിലായില്ല അല്ലേ? നമ്മൾ അലക്കുന്നുകൊണ്ട് ചിലതൊക്കെ ജീവനോടിരിക്കുന്നേ. ഒരു ഹല്ലേലൂയ പറ. ഒരിക്കൽ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞു ഒരു വലിയ പുള്ളി. എന്നാ പറഞ്ഞെന്നറിയോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്ത് ചെയ്യരുത്, നിർത്തരുത്. കാരണം ഞങ്ങൾ നിൽക്കുന്നത് നിന്റെ പ്രാർത്ഥനയില. ഒരു ഹല്ലേലൂയ പറ പൈതലേ. ആമേൻ. ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. അമേരിക്കൻ നാസയുടെ കണ്ടുപിടുത്തം നിങ്ങൾക്കറിയാമോ എന്നാന്ന്? അമേരിക്കൻ നാസ കണ്ടുപിടിച്ചിട്ട് കഴിഞ്ഞ 3 വർഷം മുമ്പ് റിപ്പോർട്ട് വിട്ടു. എന്താ റിപ്പോർട്ട് എന്നറിയാമോ? ബോംബെ പട്ടണവും അതുപോലെ കൊച്ചി പട്ടണവും ആലപ്പുഴ പട്ടണവും എല്ലാം വെള്ളത്തിനടി പോകുമെന്ന്, കടലടി പോകുമെന്ന്, കടലെടുത്തു പോകുമെന്ന്. എന്നിട്ട് ഞങ്ങൾ കൊച്ചി തന്റെ ഇടത്തോടെ നിൽക്കുക.
എടുക്കുമെന്ന് അറിഞ്ഞിട്ടും വിട്ടുപോയിട്ടില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എന്താ കാര്യം എന്നറിയോ? ഇവരവിടെ നിന്ന് ഇതെടുക്കും എന്ന് പറഞ്ഞാലും നമ്മുടെ അകത്ത് ഭയം വരാത്തത്, അലയടിക്കുന്ന കടൽ തിരമാലയ്ക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിര് കൽപ്പിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം പറഞ്ഞ് നിന്റെ അഹങ്കാരവും നിന്റെ ഹുങ്കാരവും ഇവിടം വരെ മതി, അതിര് കടക്കരുത്. അതിര് കൽപ്പിച്ചൊരു ദൈവം നിനക്കുണ്ട്. നീ എന്തിനാ ഭാരപ്പെടുന്നത്? സത്യത്തിൽ ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ, ആമേൻ. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. ആമേൻ. എല്ലാവരും ഒക്കെ വോട്ടൊക്കെ ചെയ്തല്ലോ, ഇലക്ഷനൊക്കെ നന്നായി നടന്നല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാൻ പോവുക. ആര് ജയിക്കട്ടെ ആര് തോക്കട്ടെ, നമ്മളെല്ലാം കൂടി ഇവന്മാരെ പോയി ചാരല്ലേ. ഇത് ചതിയുടെ ചാരല്ല. നമുക്ക് ചാരാൻ ഒരാളെ ഉള്ളൂ. ആരാന്നറിയാമോ? ചുമ്മാ നിങ്ങൾ ഹല്ലേലൂയ പറയണ്ട, വാക്യം പറയാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം, മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരി വരുന്നോരിവൾ. നമുക്ക് ചാരാൻ ഒരാളെ ഉള്ളൂ. ഈ മരുഭൂമി യാത്ര ഒരു പാർട്ടിക്കാരുമല്ല, ഒരു നേതാക്കന്മാരുമല്ല. അവരൊക്കെ ചാരിയാൽ ഇവന്മാരും ചാരിയ തൂണ് മാറ്റിക്കളയും. ഒന്ന് വായിച്ചേ മോനെ. അവൻ ഉത്തമഗീതങ്ങളുടെ പുസ്തകം എന്താ കേറി വന്നതുകൊണ്ട് വായിക്കാം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 5-ാമത്തെ വാക്യം കിട്ടിയോ? മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരിവൾ. ഒന്ന് കുറിച്ചു വെച്ചോ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ. നമ്മൾ ചാരുന്നത് പാർട്ടിക്കാരെയല്ല, നമ്മൾ ചാരുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും NDA-യുമല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തോട്ട് മീറ്റിങ്ങിന് പോയ, വണ്ടി ഓടിക്കാൻ വയ്യാത്തതുകൊണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി. നല്ല തിരക്കാ. അപ്പൊ ഞാനിങ്ങനെ കമ്പിയെ പിടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കുക. ഞാനിങ്ങനെ ഉറങ്ങി തൂങ്ങിയ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളൊരു നല്ല ശക്തനായ മനുഷ്യനാ. ഞാൻ അറിയാതെ പതുക്കെ പുള്ളിനൊന്ന് ചാരി. പുള്ളി കൈയെടുത്ത് മാറ്റിയതും അരൂര് ടോളെത്തിയപ്പോൾ ഞാൻ കുറച്ചങ്ങ് മുന്നോട്ട് പോയി. തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ചേട്ടൻ എന്നാ പണിയാ? ചേട്ടൻ എന്തിനാ മാറിയ? അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു, KSRTC ബസ് ചേട്ടൻ കയറിയത് എന്നെ ചാരാനാണോ? എന്നെ ചാരാൻ വേണ്ടിയാണോ താൻ വണ്ടി കയറിയത്? ഞാൻ ചേട്ടാ ഉറക്കം ക്ഷീണം കൊണ്ട് ചാരിപ്പോയതാ, ക്ഷമിക്ക്. പുള്ളി എന്നോടങ്ങ് ചൂടായിട്ട് പറയാ, കണ്ണി കാണുന്നതൊക്കെ വലിഞ്ഞു കയറി വരും ചാരാൻ. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ നമ്മൾ കണ്ണി കാണുന്നതിനെ ചാരരുത്, ചാരേണ്ടവനെ ചാരാവും. ചാരേണ്ടവനെ ചാരാവും. കണ്ണി കാണുന്ന വെള്ളമിട്ടവനെ കറുപ്പിട്ടവനെ കുപ്പായമിട്ടവനെ ഒന്നും ചാരാൻ പോകല്ലേ. ഇവന്മാരെല്ലാം മാറും എന്ന മാറാത്ത ഒരുവനെ കാണിച്ചു തരാം. അവന്റെ പേര് യേശു തമ്പുരാൻ. അവൻ നിന്നെ വിട്ട് മാറത്തില്ല. ഈ ലോകം മുഴുവൻ മാറിയാലും അന്തരീക്ഷം മുഴുവൻ മാറിയാലും അവൻ വിട്ട് മാറത്തില്ല. സഭയുടെ ചരിത്രം ആരംഭം മുതൽ ഇന്ന് വരെ അവൻ മാറിയില്ലെങ്കിൽ ഇനിയും മാറില്ല. ഒന്ന് കർത്താവിനൊന്ന് സ്വോത്രം ചെയ്തേ. എന്തോ ഇന്ന് വക കയറി വന്നതാ. ജിംബാഷ, ഞാനൊരു ദൂതെന്ന് പറഞ്ഞോട്ടെ, ദൂത് പറയട്ടെ. നിങ്ങള് ഒരു കാരണവശാലും ഒരുത്തനെയും ചാരരുത്. അടുത്തിരിക്കുന്ന അവിടെ മുഖത്ത് നോക്കി കൈ കുലുക്കി പറ, ആയുഷിൽ ഒരുത്തനെ ചാരരുത്. കൈ കൊടുത്ത് പറ. അടുത്തിരിക്കുന്ന അവിടെ പറ. നിങ്ങൾ അവസാനത്തെ ആള് പറയുന്നവരെ ഞാൻ പ്രസംഗിക്കത്തില്ല. പറഞ്ഞോ പറ. ആയുസ്സിൽ ഒരു മനുഷ്യനെ ചാരരുത്. ചാരുന്നവനൊക്കെ മാറും. എന്നാൽ ഒരിക്കലും മാറാത്ത ഒരുവൻ ഈ മരുഭൂപ്രയാണ യാത്രയിൽ എനിക്കുണ്ട്. അവൻ മരുഭൂമി യാത്രയുടെ നടുവിൽ അവനെ ചാരിയാൽ എന്നെ അവൻ കൈവിടില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല. ആ കരമൊന്ന് അടിച്ച് ആത്മാവിൽ എന്ന് പറഞ്ഞ് ഒരു പഴയ പാട്ടുണ്ട്. എന്നാന്നറിയോ? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകും കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകും കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണ് വിശ്വാസത്താലയാ,
ഘോഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലയല്ല വിശ്വാസത്താലയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. സിയോൻ സഞ്ചാരിയ യേശുവിൽ ചാരിയ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആ കരം ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു പറ. ഞാന് ഏതായാലും കയറി വന്നതല്ലേ, അടുത്ത പ്രാവശ്യം വരുമ്പോ ഇത് നല്ല സുഭിക്ഷിതമായിട്ട് പ്രസംഗിക്കാം. എന്നാൽ ഇപ്പോൾ ഒരു കയറി വന്നുകൊണ്ട് പറയാം, ഈ യേശുവിനെ ചാരിയാൽ നിനക്ക് ക്രൂശിന്റെ ചുവട് വരെ നിൽക്കാം. എത്ര പേർക്ക് അത് ക്ലിക്കായില്ല എനിക്കറിയില്ല. ഈ 12 ശിഷ്യന്മാരുള്ളതിലെ ഒരുത്തൻ ഏത് മീറ്റിങ്ങിന് വന്നാലും ആരെ ചാരും? പറ, യേശുവിനെ ചാരും. അപ്പൊ ഈ 11 പേർക്ക് ഒടുക്കത്തെ കുശുമ്പ. ഇവർ മീറ്റിംഗ് കഴിഞ്ഞ് സഭായോഗം കഴിഞ്ഞ് ഉപവാസ പ്രാർത്ഥന വീട്ടിൽ ചെന്നിട്ട് പറയും, എന്നാലും ആ പുള്ളിയുടെ ഒരു ചാരൽ അല്ലല്ലോ അവൻ ഇച്ചിരി കൂടുതലാണ്, എപ്പോ നോക്കിയാൽ ഇങ്ങനെ ചാരി ചാരി നടക്കുക, നമ്മൾ ആരും അല്ലേ ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. അപ്പൊ ഈ ചാരുമ്പോഴൊക്കെ സൂക്ഷിച്ചേക്കണം. ആവശ്യമില്ലാത്ത ടോക്കൊക്കെ ഉണ്ട്, അതൊക്കെ ഇന്ന് പകൽ പൊട്ടണം യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ. ഈ ചാരുന്നവനെ കുറിച്ച് നീ കുറ്റം പറഞ്ഞിട്ടെന്ന് കാര്യമില്ല. അവൻ ചാരാനും ഒരു വില കൊടുക്കണം, ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. ഞാൻ പറയാം, 11 ശിഷ്യന്മാരോട് എനിക്കുള്ളൊരു പരാതി എന്താണെന്നറിയോ? ഈ ചാരുന്ന യോഹന്നാൻ എന്തിനാണോ നിങ്ങൾ കുറ്റം പറയുന്നേ, അവൻ വില കൊടുത്തിട്ടാ ചാരുന്നേ, ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. മനസ്സിലായില്ലല്ലേ? യേശു തമ്പുരാൻ ഇരിക്കുന്ന സ്റ്റേജിനകത്ത് അവന്റെ മാറോട് ചാരിക്കിടക്കാൻ സീറ്റ് വേണമെങ്കിൽ 10 മണിക്ക് സഭായോഗം തുടങ്ങുമ്പോൾ 11 മണിക്ക് വരുന്നവന് ചാരാൻ ഒക്കത്തില്ല, 9 മണിക്ക് വരുന്നവനെ ചാരാൻ പറ്റൂ. ഹല്ലേലൂയ. മനസ്സിലായില്ലല്ലേ? സഭായോഗം 10 മണിക്കാ, പക്ഷെ 12 മണിക്ക് ആശീർവാദം പറഞ്ഞാലും ചിലർ വന്നുകൊണ്ടിരിക്കും, ഒരു ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം എൻ്റെ ചർച്ചിൽ മീറ്റിങ്ങിന് വേണ്ടി രാവിലത്തെ സഭായോഗം കഴിഞ്ഞ് അടുത്ത സഭായോഗത്തിന് വന്ന് കയറുമ്പോൾ 11:30 മണിയായി. 12:30 ആരാധന തീരും. ഞാൻ നോക്കുമ്പോൾ ഒരു ആൻറ്റി അവൻ ഗേറ്റൊക്കെ തള്ളി തുറന്ന് ആരാധനാലയത്തിലേക്ക് ഓടിക്കേറിയ. എന്നെ കണ്ടപ്പോൾ ആവേശം കൂടി, വേഗം കയറി. ഞാൻ പറഞ്ഞു, ആൻറ്റി ഒന്ന് നിന്നേ. ആ ചുരിദാറിന്റെ ടോപ്പ് മറിച്ചിട്ടിട്ട് കയറി. ബഹളം പിടിച്ച് വീട്ടിൽ നിന്ന് ഇട്ടേണ്ടി വന്നപ്പോഴേ ഈ ചുരിദാറില്ലേ മറിച്ചാ ഇട്ടേണ്ടി വന്നിരിക്കുന്നു, തിരിച്ചിട്ടേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ഈ തൊങ്ങലെല്ലാം തയ്ച്ചതിന്റെ തൊങ്ങൽ ഇങ്ങനെ കിടക്കുന്നു. ടോപ്പ് മറിച്ചിട്ടെങ്കിൽ കൊള്ളാം, ബോട്ടവും മറിച്ചിട്ടേണ്ടി വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ അപ്പുറത്തെ ബാത്റൂമിൽ ടോയ്ലറ്റിൽ കയറിയിട്ട് ഒന്നാമത് ആ ഉടുപ്പെങ്കിലും ഒന്ന് തിരിച്ചിട് എന്ന് വെച്ചാൽ വീട്ടിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സഭായോഗം എന്ന് തോന്നിയത് കിട്ടിയതിട്ടണ്ട് ഓടിക്കേറി, ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞ്. ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചൊരു സാറുണ്ട്, കുര്യാക്കോസ് സാറ്. ഭയങ്കര ഫേമസ്, അടിപൊളി ക്ലാസ്സാണ്, ചങ്ങനാശ്ശേരിക്കാരനാ. കുര്യാക്കോസ് സാറ് ഒച്ചിരി നിലവൊക്കെ ഉണ്ട്, വയലുണ്ട്. രാവിലെ ഇറങ്ങി ഞാറ് നടുമ്പോഴാ ഓർക്കുന്ന ഇന്ന് എൻ്റെ ക്ലാസ്സാ, അതുപടി പോരും. അപ്പൊ ഞങ്ങളുടെ ബൈബിൾ കോളേജ് വരുമ്പോൾ ഈ സാറിന്റെ കാല് മൊത്തം ചെളിയായിരിക്കും. അപ്പൊ മക്കളെ, ഇപ്പോഴാ ഞാൻ ഓർത്തത് ഇന്നത്തെ ക്ലാസ് എന്റേതാ. ഇങ്ങനെ വരുന്ന ചിലതിനോട് ഞാനൊരു ദൂത് പറയാം, ചാരുന്നവനോട് കുശുമ്പൊന്നും വേണ്ട, ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഈ ചാരുന്നവനോട് കുശുമ്പൊന്നും വേണ്ട, ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. ആമേൻ. ഇനി ചാരിയാലുള്ള ഗുണം എന്താണെന്നറിയാമോ? 11 പേരും നെട്ടോട്ടം ഓടിയപ്പോ ചാരുന്നവൻ കുരിശിന്റെ ചുവട്ടിലുണ്ട്. ചാരുന്നവന് ഒരു പ്രത്യേക ദൈവകൃപ പകരും. ആരോടിയാലും അവനെ ചാരുന്നവനെ വിട്ടോടത്തില്ല, അവൻ ക്രൂശിന്റെ ഇടത്തുണ്ടായിരിക്കും. ചാരുന്നവൻ ഇടം വിട്ട് മാറുകയില്ല. മാത്രമല്ല, യേശുവിനെ ചാരിയ യോഹന്നാന് ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് ചില ദൗത്യം ദൈവം കൈമാറി.
ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവന് ചില ദൗത്യം ദൈവം കൈമാറും. യേശുവിൽ ചാരുന്നവന് ചില ദൗത്യം കൈമാറും. ഇന്ന് പകൽ ഇരിക്കുന്ന ബ്രദറിനെ നോക്കി പരിശുദ്ധാത്മാവിനോട് ശക്തമായി പറയുന്നു, നിന്നെ ആമൻ ആമൻ ഈ ഭാരതത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുക. എനിക്കറിയില്ല, കർത്താവ് എന്നോട് പറയുന്നു, ഭാരതത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യ മുതൽ സൗത്ത് ഇന്ത്യ വരെ നിന്റെ കരങ്ങളിൽ തീ പിടിക്കുന്ന ഒരഭിഷേകത്തോടെ കുഞ്ഞ് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. എന്റെ വചനം നിന്റെ അത്തരത്തിൽ തരും. അവൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ശക്തമായ ചിലതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസം നിർത്താൻ പോകുക. എന്റെ വചനം നിന്റെ അന്തർഭാഗത്ത് ദൈവം നൽകി തന്ന് ആയിരങ്ങളുടെ നടുവിൽ, പതിനായിരങ്ങളുടെ നടുവിൽ എന്റെ സുവിശേഷമായി നിൽക്കാൻ ഓടാൻ ഒരു പ്രത്യേക അഭിഷേകം ദൈവം ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ പകരുമെന്ന് ആത്മാവ് ഇടപെടുന്നു. ചില ദൗത്യം ദൈവം നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് ആത്മാവ് ഇടപെടുകയോ. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. പാസ്റ്റർ എന്നോട് കർത്താവ് പറയുന്നു, ഈ 21 കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ചില ദൗത്യമായി ചിലനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൗത്യമായി എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൗത്യമായി ചില എഴുന്നേൽപ്പിക്കാൻ പോകുക. നിന്റെ മേൽ ഒരു ദൗത്യം വരാൻ പോകുക. നിന്റെ റൂട്ട് മാറാൻ പോകുക. നീ ഇന്നലെ ചെയ്തതല്ല ഇനി ചെയ്യാൻ പോകുന്നത്. നിന്റെ അന്തരീക്ഷം മാറാൻ പോകുക. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഒരു പ്രവാചക ശുശ്രൂഷയ്ക്ക് ഇന്ന് പകൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. ദൈവം നിന്നെ അഭിഷേകം ചെയ്യുക. ഈ 16ാമത്തെ ദിവസം ഒരാഗ്നി അഭിഷേകം, ആത്മാവിന്റെ ഒരു ശക്തിയേറിയ അഭിഷേകം നിന്റെ കരങ്ങളുടെ മേൽ, നിന്റെ ശരീരത്തിന്റെ മേൽ ദൈവം പകരുക. ഒരു വലിയ ഇംപാർട്ടേഷൻ, ഒരു വലിയ ഇംപാർട്ടേഷൻ, ഒരു വലിയ ആത്മപകർച്ച നിന്റെ മേൽ സംഭവിക്കുന്നു. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇവനൊരു അസാധാരണ, ഇവന്റെ മേൽ ഒരു അസാധാരണ ഒരഭിഷേകം ഈ ദിവസം ദൈവം പകരും. വിശ്വസ്തയോടെ നീ നിന്നാൽ ആയിരങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവാചകനായി ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സമയം പ്രിയ ആന്റിമാരെ, അമ്മമാരെ, ദൈവത്തിന് ആത്മാവിനോട് പറയുന്നു, ഈ ഉപവാസം സ്പെഷ്യലി നിങ്ങളുടെ തലമുറകളുടെ മേൽ ഒരു ദൈവിക നീതി വെളിപ്പെടാൻ പോകുക. അവരെവിടെയായാലും, അവരേത് ദേശത്താണേലും നിങ്ങളുടെ തലമുറകളുടെ മേൽ ഒരു ദൈവിക അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങൾ ദൈവം ചെയ്യും. ജീസസ്. ചിലത് ദൈവം നിവർത്തിയാക്കും, ചിലത് ദൈവം നിവർത്തിയാക്കും, ചിലത് ദൈവം നിവർത്തിയാക്കും. നിങ്ങളോട്, സഭയോട്, നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ തലമുറകളോട്, നിങ്ങളുടെ ദേശത്തോട് ദൈവം അറിയിച്ചിട്ടുള്ള, മനസ്സിൽ നിശ്ചയിച്ച ചില കാര്യങ്ങൾക്ക് ദൈവം പൂർത്തി വരുത്തും. മനസ്സിൽ ആഗ്രഹിച്ചത് ദൈവം പൂർത്തി വരുത്തും. മനസ്സിൽ ചിന്തിച്ചത് ദൈവം പൂർത്തി വരുത്തും. Oh, Shanadala Ragadala Radala. Jesus. Jesus. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചെടുത്ത് ദൈവം നിങ്ങളെ എത്തിക്കും. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചെടുത്ത് കുഞ്ഞെ ദൈവം നിന്നെ എത്തിക്കും. നല്ലൊരാമേൻ പറ. അച്ഛാ, ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ കുഞ്ഞാടിനെ അറുക്കുന്ന, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന ചരിത്രം വേദപുസ്തകത്തിൽ എഴുതി. എപ്പോഴാ കുഞ്ഞാടിനെ അറുക്കേണ്ടത്? സന്ധ്യക്ക് വേണം. പറ, എപ്പോഴാ അറുക്കണ്ടേ? സന്ധ്യക്ക് അറുക്കണ്ടേ? പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത് സന്ധ്യക്കാ. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? ആണ്. പക്ഷെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടായ കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടല്ലോ. അപ്പൊ നമ്മുടെ പെസഹ കുഞ്ഞാട് യേശുവിനെ അവർ അറുക്കാൻ കൊണ്ടുപോയ സമയം പട്ടാപ്പകല, അല്ലേ? പട്ടാപ്പകല.
6 മണി മുതൽ 9 മണി വരെ ദേശത്തെങ്ങും ഇരുട്ടുണ്ടായി. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടത് സന്ധ്യക്കാണെങ്കിൽ ഇവന്മാര് കൊണ്ടുപോയി പട്ടാപ്പകൽ അറുത്താൽ തിരുവഴുത്തും പ്രമാണവും കിടക്കുന്നത് കുഞ്ഞാടിനെ അറുക്കേണ്ടത് സന്ധ്യക്ക് ഇരുട്ടുള്ളപ്പോഴാണ്. അതിനെ മാറ്റിമറിക്കാൻ ഇവന്മാര് കൊണ്ടുപോയി പട്ടാപ്പകൽ ക്രൂശിച്ചു. പക്ഷെ സ്വർഗം പറഞ്ഞു എഴുതിയത് എഴുതി. കേൾക്കണോ നിങ്ങൾക്ക്? നല്ല പട്ടാപ്പകല് തമ്പുരാൻ ഇരുട്ടാക്കി മാറ്റി. ഒരല്ലയോ പറ. സന്ധ്യക്ക് അറുക്കണമെന്ന്, വൈകിട്ട് അറുക്കണമെന്ന്, ഇരുട്ടുള്ളപ്പോൾ അറുക്കണമെന്ന് പ്രമാണം എഴുതി വെച്ചെങ്കിൽ അവൻ പട്ടപ്പകൽ സൂര്യന്റെ വെളിച്ചത്തിൽ അറുക്കാൻ പദ്ധതി ഒരുക്കിയാൽ നിനക്ക് വേണ്ടി പട്ടപ്പകല് പോലും ഇരുട്ടാക്കി മാറ്റാൻ കഴിവുള്ളൊരു ദൈവത്തെയാ ഇന്ന് പകൽ ആരാധിക്കുന്നത്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് വരാം, വേഗം വരാം. പൗലോസിന്റെ ഈ കപ്പൽ യാത്രയുടെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? താൻ മനസ്സിൽ നിശ്ചയിച്ച ഒരു യാത്രയാണ് ഈ യാത്ര. നമ്പർ 2 വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 23 അതിന്റെ 11-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കാം, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഇനി എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ യാത്രയുടെ പുറകിലെ 2-ാമത്തെ ഉദ്ദേശം, ഇത് ദൈവത്തിന്റെ പ്രോമിസായിട്ടുള്ള യാത്രയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടിയ ഒരു യാത്രയാണ്. ഇതിന്റെ പിന്നിൽ ദൈവത്തിന് പുറകിൽ ഒരു വാഗ്ദത്തമുണ്ട്. ഈ കപ്പൽ ഉടയും എന്ന് തോന്നിയാലും, ഈ കപ്പൽ തകരും എന്ന് തോന്നിയാലും, പൗലോസേ, ഇത് നീ നിശ്ചയിച്ച യാത്രയാ. 2, ദൈവം വാഗ്ദത്തമായി തന്ന ഒരു യാത്രയാ. 3, അതിന്റെ 28-14 അവിടെ സഹോദരന്മാരെ കണ്ടു. തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്നവർ അപേക്ഷിച്ചു. അടുത്തത്, പിന്നെ ഞങ്ങൾ എവിടെ എത്തി? റോമയിലെത്തി. 3 വാക്യം ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു. ഈ യാത്രയുടെ പുറകിലെ ദൈവിക ഉദ്ദേശം: 1, ഇത് മനസ്സിൽ നിശ്ചയിച്ച യാത്ര. 2, ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമായ യാത്ര. 3, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനുള്ള ഒരു യാത്ര. അതുകൊണ്ട് ഈ 16-ാമത്തെ ദിവസം തിരുവചനത്തിലൂടെ പ്രവചനാത്മാവിൽ പറയുന്നു, മനസ്സിൽ നിശ്ചയിച്ച ഈ യാത്ര, നീ ആഗ്രഹിച്ച യാത്ര, നിന്റെ വാഗ്ദത്തമായ യാത്ര, എത്ര തടസ്സമുണ്ടെങ്കിലും, എത്ര വെല്ലുവിളി നേരിട്ടാലും, നിന്നോടും നിന്റെ സഭയോട്, അഭിഷിക്തനോട് അരുളപ്പാട് പറയാണ്, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ, ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലെത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തൻ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ആമേൻ പറ. ഒരു പ്രാവശ്യം കൂടി ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് പറ, ഈ യാത്രയിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ യാത്രയാ. ഈ 16-ാമത്തെ ദിവസം കൈ കൊടുത്ത് പറ, ഈ യാത്ര ഒരു പൂർത്തീകരണത്തിന്റെ യാത്രയാ. ഈ യാത്ര നിന്റെ മനസ്സിൽ നിശ്ചയിച്ച യാത്രയാ. ഈ യാത്ര ഒരു വാഗ്ദത്തം നിവർത്തിയുടെ യാത്രയാ. കരം ഉയർത്തി വരാമേൻ പറ. തകരത്തില്ലെന്നേ, ഉടയത്തില്ലെന്നേ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളെ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളോട് ഒരു അരുളപ്പാട് പറയാം. അരുളപ്പാട് ഇതാണ്: ഈ യാത്ര നീ തകരുകയില്ല. യുദ്ധമോ യുദ്ധഭീഷണിയോ എന്തൊക്കെ പ്രതിസന്ധികൾ നിനക്കെതിരെ ആഞ്ഞടിച്ചാലും ഭയപ്പെട്ടിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളോട് ആത്മാവിന്റെ ദൂത പറയുന്നു, നിന്നെ എത്തിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്.
ഈ ഉപവാസം ഇതിനകത്തിരിക്കുന്നവർക്ക് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുടെ വീടിനകത്ത് അസാധാരണമായ വിടുതലുകൾ ദൈവം ഇന്ന് പകൽ അടക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരാമേൻ പറ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ എനിക്ക് അനുവദിച്ച 15 മിനിറ്റ് കൂടി എന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. 15 മിനിറ്റ് കൂടി ഉണ്ട്. സ്തോത്രം. ആ 15 മിനിറ്റിനകത്ത് നിങ്ങൾക്കൊരു ദൂത് തരും. അത് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ഈ വാഗ്ദത്തത്തിൽ എത്തിക്കുമെന്നൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൗലോസ് കൊടുത്ത വില ചെറുതല്ല. ഇനിയുള്ള 15 മിനിറ്റ് എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥനയുടെ അഭിഷേകത്തോടെ അന്യഭാഷ പറഞ്ഞ് നിൽക്കണം. ഞാനൊരു പ്രവാചക തലത്തെ കയറി അങ്ങ് തൊടാൻ പോയ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിന്നെ ഈ വാഗ്ദത്തത്തിൽ എത്തിക്കാൻ, നീ മനസ്സിൽ നിശ്ചയിച്ചിടത്ത് നിന്നെ എത്തിക്കാതിരിക്കാൻ നിനക്കെതിരെ വ്യാപരിക്കുന്ന ചില കൂട്ടുകെട്ടുകളുണ്ട്. അതിന്ന് 16-ാമത്തെ ദിവസം പൊളിയണം. ഒരു ഹല്ലേലൂയ പറ മോനെ. ഒരു വാക്യം എടുത്ത് 23-ാം അധ്യായം. എല്ലാവരും വേദപുസ്തകം തുറന്നേ, എല്ലാവരും തുറക്കണം. കാരണം നിങ്ങളെല്ലാം കുറിച്ചു വെക്കണം. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം സ്ക്രീനിൽ ഇടുന്നുണ്ടല്ലോ, അതുകൂടി ചേർന്ന് നിങ്ങൾ വായിക്കണം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ. റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. റോമയിൽ എന്ത് ചെയ്യേണ്ടതാകുന്നു? സാക്ഷീകരിക്കേണ്ടതാകുന്നു. ദൈവമക്കളെ, പൗലോസിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. എന്താണ് ആഗ്രഹം? റോമയിൽ എത്തണം. മനസ്സിൽ നിശ്ചയിച്ചു, മനസ്സിൽ ആഗ്രഹിച്ചു. അന്ന് രാത്രി സൈന്യങ്ങളുടെ യഹോവ അവൻ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്ന് അരുളപ്പാട് പറയുന്നു, പൗലോസേ നീ ധൈര്യമായിരിക്ക, എന്നെ കുറിച്ച് നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കും. സാക്ഷീകരിക്കും. ശ്രദ്ധിച്ചു വായിക്കണേ. സാക്ഷീകരിക്കും. ആഗ്രഹിച്ച പൗലോസിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, നീ അവിടെ പോകും. നീ അവിടെ ഒരു ഹല്ലേലൂയ പറ. ഇനി ഞാൻ നിങ്ങളോട് പ്രവചന ദൂത് പറയുക. നീ ആഗ്രഹിച്ച സ്ഥലത്ത് നീ പോകുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമായി ദൈവം മാറ്റാൻ പോകുക. ദൈവത്തിന്റെ വാഗ്ദത്തമാക്കി അഭിഷിക്തനെ, ഇത് വെറുതെ ദൂതല്ല, ഇത് വാഗ്ദത്തമായി മാറാൻ പോകുക. നിങ്ങൾ ആഗ്രഹിച്ചെടുത്ത്, നിങ്ങൾ മനസ്സിൽ നിശ്ചയിച്ചെടുത്ത്, നീ ആഗ്രഹിച്ച് കണ്ടെടുത്ത് നിന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ച് ദൈവം അത് വാഗ്ദത്തമാക്കി മാറ്റും. ദൈവം വാഗ്ദത്തമാക്കി മാറ്റും. ദൈവം എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? വാഗ്ദത്തമാക്കി മാറ്റും. ഒരു ഹല്ലേലൂയ എന്ന് പറ മോനെ. ആരാ വായിക്കുന്നേ? എവിടെന്നാ വായിക്കുന്നേ? പുറകിന്നാ വായിക്കുന്നേ മോനെ. ഇപ്പൊ വായിച്ചത് 12-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം അല്ലേ? 23-ന്റെ ആ റെഫറൻസ് വന്നിട്ടേ 11 12-ാമത്തെ വാക്യം. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ പോവല്ലേ 11-ാമത്തെ വാക്യം ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു. ഇനി 12-ാമത്തെ വാക്യം. ഇനി ഒന്ന് വായിച്ചേ 12-ാമത്തെ വാക്യം. നേരം വെളുത്തപ്പോൾ. അങ്ങനെയാണെങ്കിലേ തെറ്റിദ്ധരിക്കല്ലേ. രാത്രി 1 മണിക്കായിരിക്കും ദൈവം ഇറങ്ങി വന്ന് ദൂത് പറഞ്ഞേ, നിന്നെ ഞാൻ റോമിൽ എത്തിക്കുമെന്ന്. ഒരു ഹല്ലേലൂയ പറ. രാത്രി എന്റെ ഭാഷയാണ്, വേദപുസ്തകത്തിലില്ല. രാത്രി 12 മണിക്കായിരിക്കും ദൈവം പറഞ്ഞേ, മുറിയിൽ ഇറങ്ങി വന്ന് നിന്നെ റോമിലെത്തിക്കും. അടുത്ത ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ വാഗ്ദത്തം കിട്ടിയവനെ കൊല്ലാൻ പിശാച് അണിയറയിൽ കരുക്കൾ നീക്കി. ദൂത് മനസ്സിലായോ? വാഗ്ദത്തമുള്ള നിന്നെ, നിന്റെ തലമുറയെ ഈ ലോകത്തുനിന്ന് മാറ്റിക്കളയാൻ, നിന്നെ അപകടത്തിലാക്കാൻ, നിന്റെ പേര് മായ്ച്ചു കളയാൻ ശത്രു എഴുതുന്ന സകല എഴുത്തുകളും ഇന്ന് പകൽ ദൈവം ഒടിച്ചു കളയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ആത്മവിജയം ഏറ്റെടുക്ക. എവിടേക്കെയോ നിന്റെ വാഗ്ദത്തത്തിൽ നിന്നെ എത്തിക്കാതിരിക്കാൻ, നിന്നെ തകർത്ത് കളയാ, നിന്നെ അപകടത്തിലാക്കാൻ, നിന്റെ പ്രാണന്റെ പോരാടാൻ നിൽക്കുന്ന ചില പോർവിളികൾ, ചില ആഭിചാരങ്ങൾ, ചില മന്ത്രവാദ ശക്തികൾ ഇന്ന് പകൽ ഉടയട്ടെ.
Rende telere base telere. Haftal pavda bana halkala gadagajala. Hallelujah. Jesus. എന്നോടൊപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാനൊരു ഷോർട്ടായിട്ട് പറയട്ടെ. ആന്റി എപ്പോഴാ ദൂത് പറഞ്ഞേ? രാത്രി നേരം വെളുത്തപ്പോ എന്നാ സംഭവിച്ചു? മക്കളൊന്ന് ഇട്ടുകൂടെ, മക്കളെ ഇട്ടുകൂടെ, വചനം ഇട്ടുകൂടെ. നേരം വെളുത്തപ്പോ ചില യഹൂദന്മാർ തമ്മിൽ ചേർന്ന് ആരെ കൊല്ലാൻ? പൗലോസിനെ കൊന്നുകളയും. വാഗ്ദത്തം കിട്ടിയവനെ കൊല്ലാൻ. ഇനി എന്റെ ചോദ്യം, പൗലോസിനോട് പറഞ്ഞു, പൗലോസേ നീ റോമിൽ പോകും എന്ന് പറഞ്ഞ ദൈവം ശത്രുവിനോട് പറഞ്ഞോ, എന്റെ ദാസൻ പോകുന്നുണ്ട്, കൊന്നോന്ന് പറഞ്ഞോ? പറഞ്ഞോ? ഇല്ല. നിന്നോട് പറയുന്ന അരുളപ്പാടുകൾ രഹസ്യത്തിൽ ചോർത്തി നിന്നെ തകർക്കാൻ നിൽക്കുന്ന പദ്ധതികൾ ഇന്ന് മകൾ പൊട്ടിമാറും. ചിലതിലെ യാത്രയിൽ കൊടുക്കാൻ, ചില വഴിയാത്രയിൽ തീർക്കാൻ, ചിലതിനെ കെട്ടിവെക്കാൻ, ചില രോഗിയാക്കാൻ, ചിലതിനെ തകർത്ത് കളയാൻ അവന്റെ പോരുകൾ ഇന്ന് മകൾ ഉടയട്ടെ. ദൈവജനമേ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ ഉള്ളത് ഞാൻ പൊട്ടിക്കാൻ നിൽക്കത്തില്ല. നിങ്ങൾ വേണം പൊട്ടിച്ചേക്കണം. അത് ഞാൻ കൈവച്ച് പൊട്ടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതിനല്ല ദൈവം എന്നെ അഴച്ചത്. നിങ്ങളുമേ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ പൗലോസ് കുടഞ്ഞതുപോലെ നിങ്ങൾ കുടയാമെങ്കിൽ നിനക്കൊരു വിടുതല. Oh, ribarabana satalara gadalara abdelkara talara talara. Oh, വാഗ്ദത്തമുള്ള നിന്റെ തലമുറയെ കൂട്ടുകെട്ടിനകത്ത് ഒതുക്കിക്കളയാൻ പിശാച് ഒരുക്കുന്ന സകല കൂട്ടുകെട്ടുകളും ഇന്ന് മക ദൈവം പൊട്ടിക്കുക. എനിക്കറിയില്ല, ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് പ്രവചിക്കുക. വാഗ്ദത്തമുള്ള ശിംശോനെ നിന്നെ ഒതുക്കാൻ തിന്നയിൽ ഒരു ദലീല റെഡി ആയിട്ടുണ്ട്. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വാഗ്ദത്തമുള്ള നിന്റെ തലമുറയായ ശിംശോനെ ഒതുക്കാൻ ചില തിന്നയിൽ ചില ദലീലമാരെ പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലെത്തിക്കാതിരിക്കാൻ ഇന്ന് പകൽ ചില ദലീലമാരുടെ കെട്ടുകൾ ഇതിനകത്തഴിയട്ടെ. അരുതാത്ത ഒരു ബന്ധവും, അരുതാത്ത ഒരു കൂട്ടുകെട്ടും, അരുതാത്ത ഒരു കണക്ഷനും നിന്റെ തലമുറക്കുണ്ടാകരുത്. എത്തിക്കരുത്. അവന്റെ അജണ്ട നിന്നെ എത്തിക്കരുത്. നിന്റെ കുഞ്ഞിനെ എത്തിക്കരുത്. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ തകർത്ത് കളയണം. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററിന്റെ വൈഫ് എന്നോട് പറയുക, എന്റെ പൊന്നുമോനെ, അവളെ കുറിച്ച് ഒരുപാട് ദൂത ദൈവദാസന്മാർ പറഞ്ഞതാ. അവള് പ്രയോജനപ്പെടും, അവള് പാട്ടുപാടും, അവൾ ഇന്നത് പോകും, അവള് കത്തും. എന്നിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെ കത്തുന്നു? ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ നിലവിളക്കിന് മുമ്പിൽ കത്തുകയാണ്. മനസ്സിലായില്ലല്ലേ? ഇത് സാധാരണ ഇറക്കണ്ട. ഞങ്ങളൊക്കെ വന്ന് ഇത്രയും കണ്ടനാളം ചെയ്ത് ഇത്രയും ശബ്ദമെടുത്ത ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിലും ഇവിടെ നിന്ന് പിശാചിനെ വെട്ടുമ്പോ നിങ്ങൾ ഓർക്കണം, ഇത് ഞങ്ങൾക്ക് ത്രസിപ്പിക്കാനല്ല, നിന്റെ കൂടാരത്തിനകത്ത് വ്യാപരിക്കുന്ന ശത്രുവിനെ വെട്ടിമാറ്റാൻ വേണ്ടിയാ. ഞാൻ ഒന്നുകൂടി പറയാ, ഞങ്ങൾ പരിശുദ്ധാൽ പറയാ, ഞങ്ങളൊക്കെ ഇങ്ങനെ ചങ്ക് പൊട്ടി ദൈവത്തിന് അരുളപ്പാട് പറയുമ്പോ ചിലരൊക്കെ ഇങ്ങനെ ഒന്നും കയ്യും കെട്ടി വേണേ പ്രസംഗിക്കടാ,
പ്രസംഗിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കാരണം 32 വർഷമായി ഞാനും പൊതു ശുശ്രൂഷയിൽ. പക്ഷെ പിന്നീട് സംഭവിക്കുന്നത് അവിടെ കൂടാരങ്ങളിൽ നിലവിളി ഉയരുകയാണ്. എന്നാൽ ഇന്ന് പകൽ ഒരുത്തൻ ഇതിനകത്ത് എഴുന്നേറ്റാൽ എന്റെ കുഞ്ഞിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിനെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറ, എന്റെ സഭയോടുള്ള വാഗ്ദത്തത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കയില്ല. കരമടിച്ചൊന്ന് ആരാധിച്ചു പറ. വാഗ്ദത്തമുള്ളവനെ പറ, കൊന്നുകളയുന്ന ശക്തി സഭക്കകത്താണേലും ശുശ്രൂഷകന്മാരിലാണെങ്കിലും കുടുംബത്തിനകത്താണേലും വാഗ്ദത്തം നിന്റെ കൂടാരത്തിലുണ്ടോ? ഒരെണ്ണത്തെ വെച്ചേക്കത്തില്ല. ഞാന് ഇത് പറയുന്ന കൂട്ടത്തിൽ മറ്റൊരു ദൂതൂടി ഒന്ന് പറയുക, കേറി വരുന്നോണ്ട് പറയുക. ഈ 35 ലക്ഷം ജനത്തിന്റെ നേതാവാകാൻ ദൈവം കണ്ടവനാ മോശ. അവനെ ഞങ്ങൾക്കിടയിലെ ദുഷ്ടജന്തുവിന് ഇട്ടുകൊടുക്കാൻ പിശാചിന് എന്തൊരാഗ്രഹമാ അല്ലേ? തീർന്നില്ല. ഒരൊറ്റ മോശക്കുഞ്ഞിനെ കൊല്ലാൻ എത്ര എണ്ണത്തെയാ നൈൽ നദി എറിഞ്ഞത്? പിശാചിന്റെ അജണ്ട എറിഞ്ഞതിനെ മുഴുവനല്ല, അവൻ നേതാവാകേണ്ട മോശയുടെ മേലാണ്. ദൂത് മനസ്സിലായോ? ഈ ആലയത്തിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ശക്തന്മാരാകേണ്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. അതിന്റെ വഴി തടയാൻ, അതിന്റെ വാഗ്ദത്തത്തെ തടയാൻ, അതിന്റെ ദൂതിനെ തടയാൻ, അതിന്റെ നന്മയെ തടുക്കാൻ നിൽക്കുന്ന ശക്തികൾ ഈ 16ാമത്തെ ദിവസം അഴിയട്ടെ. വാഗ്ദത്തമുള്ള മോശയെ കൊല്ലാൻ, വാഗ്ദത്ത സന്തതിയായ യേശുവിനെ കൊന്നുകളയാൻ 3 കാര്യം ഞാൻ പറഞ്ഞു. വാഗ്ദത്തം കിട്ടിയ പൗലോസിനെ കൊല്ലാൻ, വലിയ ലീഡറാകേണ്ട മോശയെ തട്ടിക്കളയാൻ, വാഗ്ദത്ത മശിഹ എന്ന ക്രിസ്തുവിനെ നീക്കിക്കളയാൻ വ്യാപരിച്ച ശക്തി ഒന്നും വില പോയില്ലെങ്കിൽ ഇവിടെയും വില പോവത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇത് മറ്റൊന്നും എടുക്കരുത്, മറ്റൊരു ചിന്തയിലോട്ടും പോകരുത്. എന്റെ അനുഭവത്തിൽ പറയാം, കേരളത്തിൽ എനിക്കൊന്ന് ഇതുപോലെ ഉപവാസവും ഉണർവിയോഗം നടക്കുന്ന ഒരു ചർച്ച എനിക്ക് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ സകല ദുർഭൂതങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ മേലായിരിക്കും. കാരണം അവനെ തകർക്കാൻ എവിടെ ആയുധങ്ങൾ പണിയുന്നോ ആ പണിപ്പുരയാണ് പിശാചിന് നോട്ടം. ഇത് വരളപ്പാടാ. ആമൻ. ഇവിടെ ഉള്ള ഒരാൾ പോലും ചുമ്മാ ഇരിക്കരുത്. ഇവിടെ പാടുന്നവർ ചുമ്മാ പാടരുത്. ഇവിടെ കീബോർഡ് വായിക്കുന്നവർ ചുമ്മാ കീബോർഡ് വായിക്കരുത്. ഇവിടെ മീഡിയ നിൽക്കുന്നവർ ചുമ്മാ നിൽക്കരുത്. അഭിഷേകത്തോടെ വേണം നിന്നേക്കാൻ. ഇതൊരു യുദ്ധക്കളമാണ്. ഇതിനകത്തൊരു യുദ്ധം നടക്കുക. ചിലതിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആയുധമുണ്ടാക്കുന്ന കൊല്ലന്റെ ആയുധപ്പുര കാലിയാക്കാൻ, ആയുധമുണ്ടാക്കുന്ന കൊല്ലന്മാരെ പിടിച്ചു കെട്ടാൻ ശത്രുവുണ്ടാക്കുന്ന പദ്ധതികൾ ഇനി നടക്കയില്ല. ഞാന് പരിശുദ്ധാത്മാവിൽ അങ്ങ് പ്രവചിക്കുക, ഇത് അന്തരീക്ഷം മാറും. ആമേ. നിങ്ങൾ ഒരു 21 കൊണ്ടോ ഒരു 7 കൊണ്ടോ ഇത് തീരത്തില്ല. ഇത് പബ്ലിക് പറയുന്ന ദൂത. 365 ദിവസവും ഇതിനകത്ത് മീറ്റിംഗ് നിർത്താൻ കഴിയാത്തതുപോലെ ഇതിനകത്തൊരു ഉണർവിന്റെ കാറ്റ് എന്റെ അപ്പൻ അഴക്കാൻ പോകുക. ഇതൊരു വലിയ നിയോഗമായി ഇതിനകത്ത് മാറാൻ പോകുക. അവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനകത്ത് ജനം വന്നുകൂടും. കരമടിച്ചൊന്ന് ആരാധിച്ച് ആ ഉണർവിന് നിങ്ങൾ ഭാഗമാക്കാൻ പോകാൻ പോകുകയാണ്. ആ ഉണർവ് നിങ്ങൾ ഈ ദൈവം ചെയ്യാൻ പോകുകയാണ്. ആ ഉണർവ് നിങ്ങൾ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവം
ദൈവജനം കരം തട്ടി ദൈവത്തെ സ്തുതിച്ച് ഒരൊറ്റ സെക്കൻഡ് ലൈവ് ഒന്ന് കട്ട് ചെയ്യാവും. ഒറ്റ സെക്കൻഡ് കട്ട് ചെയ്തോ. നാട്ടുകാർ കേൾക്കണ്ട, ഇത് നാട്ടുകാർ കേൾക്കണ്ട, ഇത് നിങ്ങളുടെ സഭക്കുള്ള ആലോചനയാ. അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളോട് മാത്രം പറഞ്ഞത്. അതിന്റെ കാര്യങ്ങൾ എന്നോട് പരിശുദ്ധാന്ന് പറയുന്നു. ആമേൻ 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 ആമേൻ. മലമുകളിൽ ആമേൻ മോശയ്ക്ക് ഒരു മാതൃക കാണിച്ചതുപോലെ ദൈവം ഒരു മാതൃക ഈ ആലയത്തോടുള്ള ബന്ധത്തിൽ ദൈവം കാണിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇനി ഒരു 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് എന്റെ സമയമായി. മോനെ 24:22 പ്ലീസ് ഒന്ന് വേഗം വായിച്ചോ. 24:22 വേഗം 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 വായിച്ചോ. അവനെ വിളിച്ചാറേ അല്ല, 24:22 ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയാസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞു അവധി വെച്ചു. എന്തു വെച്ചു? അവധി വെച്ചു. ഡിലേ ആക്കി. എല്ലാരും എന്ന് പറഞ്ഞേ പറ. ഡിലേ ആക്കി. സഹോദര, അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, ഇനി ഒരു വാഗ്ദത്തം ഡിലേ ആകത്തില്ല. ഇനി ഒരു വാഗ്ദത്തം ഡിലേ ആകത്തില്ല. എവിടേക്കും നിന്റെ വാഗ്ദത്തെ അവധി വെച്ച് അത് താമസിപ്പിച്ച് അതിന് അവസരമൊരുക്കി മാറ്റി അവധി വെച്ച് കൊണ്ടുപോയ ചിലത് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ അരുളപ്പാട് പറയുക, ഇല്ല കുഞ്ഞ്, ഇനി അത് ഡിലേ ആകത്തില്ല. നിന്റെ തലമുറയോടുള്ള വാഗ്ദത്തം അത് ഡിലേ ആകത്തില്ല. നിന്റെ കുടുംബത്തുള്ള വാഗ്ദത്തം കരം ഉയർത്തി ഒരു ആമേൻ പറ. ഒരു വാഗ്ദത്തം ഇനി ഡിലേ ആകില്ല. ആമേൻ. ഇനി ഒരു 2 വാക്യമൊന്ന് സ്പീഡിലിട്ട് തന്നെ, വേഗത്തിലിട്ട് തന്നെ. ആമേൻ. യെഹെസ്കേൽ പ്രവചനം 12-ാം അധ്യായം 22-ാം വാക്യം. വേഗമിട്ടോ. യെഹെസ്കേൽ പ്രവചനം 12:22 മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്. ഇവരൊക്കെ പ്രവചിക്കുന്ന നടക്കത്തില്ല. ഇവന്മാർ ചുമ്മാ വന്ന് വിളിച്ചു പറയുക, ജനത്തെ ഇളക്കാൻ പറയുക, ജനത്തെ കൈയടിപ്പിക്കാൻ പറയുക. ആ പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇന്ന് ദൈവം നിർത്താൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നോടും നിന്റെ കുടുംബത്തോട് ദൈവം അറിയിച്ച സകല ദർശനങ്ങളും ഒക്കത്തില്ല എന്ന് വീഥി എഴുതിയ അന്ധകാര വ്യാപാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, ഇല്ല കുഞ്ഞ്, അത് സംഭവിക്കും. ഹബക്കൂക്ക് 2:3 ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സമാപ്തിയിലേക്ക് ദർശനത്തിന് ബന്ധപ്പെടുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. എല്ലാവരും ബലങ്കരം ഉയർത്തിക്കൊണ്ട് പറ, ദർശനത്തിന് എന്ത് വെച്ചിരിക്കുന്നു? അതാണ്ട് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും. എത്ര യുദ്ധം നടന്നില്ലെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നില്ലെങ്കിലും അത് വരും കുഞ്ഞെ, അത് വരും. പറഞ്ഞത് സൈന്യങ്ങളുടെ യഹോവയം ദൈവമാണെങ്കിൽ, അരുളപ്പാട് തന്നത് സൈന്യങ്ങളുടെ ദൈവമാണെങ്കിൽ, കരമടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, അത് വരും കുഞ്ഞെ, അത് വരും. അത് വന്നിരിക്കും. കാരണം അവൻ ബോഷ്ക്ക് പറയാൻ മനുഷ്യനല്ല.
ആ ചുവന്ന ബനിയനിട്ട ആ അച്ചായന്റെ ഇപ്പുറത്തിരിക്കുന്ന മോനെ നീ തന്നെ വൈറ്റ് ഷർട്ട്. കുഞ്ഞെ, നീ നിരാശപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. നിന്റെ ദർശനം ഒക്കും, നിന്റെ കാഴ്ചപ്പാട് മാറത്തില്ല. അത് നീണ്ടുപോകുമെന്നും അത് നടക്കത്തില്ലെന്നും അത് ഒക്കത്തില്ലെന്നും നിനക്കെതിരെ വെല്ലുവിളിച്ച പൈശാചിക മണ്ഡലങ്ങൾ കാണെ ഈ 16-ാമത്തെ ദിവസം നിന്റെ ദർശനം ഒക്കുന്നത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നത് യഹോവയാം ദൈവം ഇന്ന് പകൽ വെളിപ്പെടുത്തും. ആ ദൂത് വളരെ ശക്തമായി എന്നോട് അരുളപ്പാടായി പറയുന്നു. കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. മോനെ, യെഹെസ്കേൽ പ്രവചനം 12:22 ഒന്നുകൂടി ഇട്ട. മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനം പറ ഒക്കാതെയാകും, ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? കർത്താവ് നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറയുന്നു. വാഗ്ദത്തം ഡിലേ ആക്കുന്ന ശക്തി ആരാന്നറിയോ? കേട്ടില്ലെങ്കിൽ അറിയില്ലെങ്കിൽ കുറിച്ചു വെച്ചോ. ഫറവോന്റെ ശക്തി, മിസ്രയീമ്യ ശക്തി. എന്നാൽ അവൻ വിശുദ്ധ ബൈബിൾ പ്രവചന പുസ്തകം പറയാ, നിന്റെ വാഗ്ദത്തത്തെ തടുത്ത ആ മിസ്രയീമിലെ ഫറവോൻ ഇനി നിനക്കെതിരെ വാള് പിടിക്കാതെ വണ്ണം ആ കൂച്ചം ഞാൻ ഒടിച്ചു കളയും. നിനക്കെതിരെ ഇനി ആ വാളോങ്ങയില്ല, നിനക്കെതിരെ ഇനി ആ വാള് പൊക്കയില്ല. കരമടിച്ചു ദൈവത്തിനും നന്ദി പറ. സ്തോത്രം. അവധി വെച്ചു, ഡിലേ ആക്കി. ഇനി പ്രാർത്ഥിക്കാം അല്ലേ? ഇനി അടുത്തത് നിങ്ങൾ 27 വീട്ടിൽ ചെന്ന് വായിക്കണം. വല്ലാത്ത കൊടുങ്കാറ്റ്, ഈശാനമൂലൻ, തെക്കൻ കാറ്റ് അല്ലേ? 5 കാറ്റ് പറഞ്ഞിട്ടുണ്ട്. 5 കാറ്റ് അഭിഷിക്തന്റെ നേരെ. എന്നാൽ 28:1 വായിച്ചേ, എന്നിട്ട് ബൈബിൾ അടക്കാം. 28:1 രക്ഷപ്പെട്ട ശേഷം. എന്താ മക്കളെ? രക്ഷപ്പെട്ട ശേഷം. ഒരുമിച്ച് പറ. രക്ഷപ്പെട്ട പാറസ്ഥലങ്ങളിൽ അകപ്പെടും എന്ന് പേടിച്ചു, വെളിച്ചം കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെയുള്ള പൗലോസിനെയും കൂട്ടരെയും കുറിച്ച് 28:1 എഴുതി രക്ഷപ്പെട്ട ശേഷം. നിർത്താല്ലേ? പേടിക്കണ്ട, നീ രക്ഷപ്പെടും. അപ്പൊ ആരും അവിടെ നിന്ന് ചോദിക്കുക, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അച്ഛാ എങ്ങനെ ഇവർ രക്ഷപ്പെട്ടു? നിങ്ങൾ വീട്ടിൽ ചെന്ന് 27 വായിക്കുമ്പോൾ 4 സ്ഥലത്ത് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഈശാനമൂലൻ അടിച്ചപ്പോൾ അവർ മറപറ്റി ഓടി. കൊടുങ്കാറ്റടിച്ചപ്പോൾ അവർ മറപറ്റി ഓടി. ഓരോ കാറ്റടിക്കുമ്പോഴും നീ തകരാതെ നിന്നത് നിനക്ക് മറയാൻ ഒരു മറവിടമുണ്ടായിരുന്നു. ധൈര്യപ്പെട്. തകരത്തില്ല. വെളിച്ചം കാണും നീ. ആമേൻ. പുറപ്പാട് 14 ഒരു വാക്യം. പ്രഭാതയാമത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിലെ സൈന്യം താളടിയാകുന്നത് അവർ കണ്ടു. നിന്നെ കൊല്ലാൻ പുറപ്പെട്ടു വന്ന ഫറവോനും കൂട്ടരും പ്രഭാതയാമം കണ്ടില്ല, പക്ഷെ നീ അത് കണ്ടു. വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിവിടെ നിർത്താനൊക്കുന്നില്ല. അതുപോലെ ദൈവം വചനം തരിക. നിന്റെ പുറകെ വരുന്ന ഫറവോനും കൂട്ടരും പ്രഭാതയാമം കാണത്തില്ല, പക്ഷേ നീ അത് കാണും. ഒന്ന് ചാടി എഴുന്നേറ്റ്, എല്ലാവരും ചാടി എഴുന്നേറ്റ്, പറ്റുമെങ്കിൽ ആ കസേരയൊക്കെ വിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആരാധിക്കാൻ പോകുക. ഞാൻ ഇതിന് ശേഷം ആമൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ സമയമെടുക്കത്തില്ല. കാരണം എനിക്ക് ശാരീരികമായിട്ട് ഞാൻ
അത്ര ആമേൻ ഫിറ്റല്ല, എനിക്ക് വൈകിട്ടും നിൽക്കണം. അതുകൊണ്ട് ഇതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കാൻ സമയം എടുക്കത്തില്ല. കാരണം എൻ്റെ ക്ഷമിക്കണം, എൻ്റെ ആരോഗ്യം അത്ര നല്ലതല്ല. കാരണം ഈ കണ്ടിന്യൂസ് ഈ ശബ്ദമെടുക്കുന്നത് കൊണ്ടും മണിക്കൂറുകൾ. കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പോയിട്ട് 1000-ലധികം ആളുകളുണ്ടായിരുന്നു. ഒരൊറ്റ നിപ്പ് ഉച്ചക്കത്തെ സെക്ഷൻ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. 1000 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാനം ഞാൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോകുന്നത് 6 മണിക്കാണ്. എന്നെ സ്ട്രെച്ചറിലാണ് കൊണ്ടുപോയത്. സഹോദരൻ, അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ ഞങ്ങളുടെ ആരോഗ്യം അത്ര നല്ലതല്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. ഒന്ന് ആമേൻ ഓടി ഒന്ന് മുന്നോട്ട് വന്നേ. നമ്മളൊന്ന് ആരാധിക്കാൻ പോകുക. ആത്മാവിൻ്റെ നിറവിൽ ഈ സമയത്ത് ഞങ്ങൾ ഇറങ്ങി നിങ്ങളുടെ മേൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കും. എൻ്റെ മേലൊരു പുതിയ ശക്തി വേണം, എനിക്കൊരു പുതിയ അഭിഷേകം വേണം എന്ന് വാഞ്ചുള്ളവരെല്ലാം മുന്നോട്ട് ഓടിവാ, 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 ഓടിവാ. നിങ്ങളുടെ കസേരയൊക്കെ വിട്ട് ആരെയും നോക്കേണ്ട, വേഗം ഓടിവാ. ഒരു 2 മിനിറ്റ് ഒന്ന് ആരാധിക്കും നമ്മൾ കർത്താവിനെ. മക്കളെ, ഒരു പാട്ടുപാടി ആത്മാവിൻ്റെ നിറവിൽ ഒന്ന് ദൈവത്തെ ആരാധിച്ച് ശക്തിയോടെ ആമേൻ. ഈ സമയത്ത് അഭിഷിക്തന്മാരായി ഞങ്ങൾ നിങ്ങളുടെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കരമടിച്ച കസേരയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാമോ? ആ ഫ്രണ്ടിലെ കസേരകൾ ഒന്ന് മാറ്റി കൊടുക്കാമോ? അതിശക്തമായി ഒരു ദൈവ സാന്നിധ്യം ചലിക്കുന്നു. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ആമേൻ. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ നേരെ ആമേൻ. ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറും. ആമേൻ. ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല 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 ആമേൻ. ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. ആമേൻ. ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, ഓ എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം വാഗ്ദത്തം